കൈകളിലേക്കിടുന്നു. എൻ്റെ ഭീതിയും എൻ്റെ ആശങ്കയും തിരുപാദത്തിലെത്തിക്കുന്നു. എൻ്റെ ഭീതിയും എൻ്റെ ആശങ്കയും തിരുപാദത്തിലെത്തിക്കുന്നു. നേർവഴി കാട്ടേണമേ. ചേർന്ന് പാടാം. വരേണമേ, സൗഖ്യം തരേണമേ. ഈശോ അണയും പാവന നിമിഷമിതാ, തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ. മമനാഥന സ്തുതി പാടിടാം, മനവീണകൾ മീട്ടി പാടിടാം. മമനാഥന സ്തുതി പാടിടാം, മനവീണകൾ മീട്ടി പാടിടാം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കള്, ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന മക്കള്, ഉടമ്പടി എടുത്ത് വിദേശത്ത് പോയിട്ടുള്ള മക്കള്, അന്യ സംസ്ഥാനങ്ങളിൽ പോയിട്ടുള്ള മക്കള്, കർത്താവേ ഇവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ദശമത്സര പ്രാർത്ഥന ചൊല്ലി കർത്താവേ അനുദിനം ജീവിത നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരെ സമർപ്പിക്കുന്നു. യേശുവേ യേശുവേ യേശുവേ. കരങ്ങൾ വീശിക്കൊണ്ട് മാലാഖമാരുടെ റാണി, മുന്നിൽ നിന്നാഗതമായി മണ്ണിൽ രക്ഷകദീപം. ധന്യേ മഹത്വം പിറന്ന കന്യേ മനോഹരിതായേ, ധന്യേ മഹത്വം പിറന്ന കന്യേ മനോഹരിതായേ. ആമോദമാർമുനിവൈക രക്ഷാ സുതത്തിനുറവ. എല്ലാവരും ആമോദമാർമുനിവൈക രക്ഷാ സുതത്തിനുറവ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിപ്പോഴേ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ ദിവ്യകാരുണ്യ ഈശോയുടെ ഈ ഒക്ടോബർ മാസം മുഴുവനും നവംബർ മാസം 5-ാം തീയതി വരെ ഇന്ന് വരെ ഉടമ്പടി ചെയ്തു പോയ എല്ലാവരുടെയും ഉടമ്പടി പ്രാർത്ഥനകളെ ഇപ്പോഴേ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്ന് വരെ ഉടമ്പടി ചെയ്ത, പ്രത്യേകിച്ച് കഴിഞ്ഞ 3 മാസങ്ങൾക്കുള്ളിൽ ഉടമ്പടി ചെയ്ത എല്ലാവരുടെയും നിയോഗങ്ങളെ, നേരത്തെ ഉടമ്പടി ചെയ്തവരിൽ ആടെങ്കിലും നിയോഗങ്ങൾ ഇനിയും നിവൃത്തിയാകാനുണ്ടെങ്കിൽ ആ നിയോഗങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് മക്കൾ ഒരേ സ്വരത്തിൽ ഇപ്പോഴ് ഉടമ്പടി ചെയ്തു പോയവർക്ക് വേണ്ടിയും അവർ ദൈവതിരുസേന സന്നിധിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾക്ക് വേണ്ടി അവർ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ കൃപാസനം മുഴുവനും ഈ കൂട്ടായ്മ 100 കണക്കിന് മക്കൾ അവരുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധമ്മയുടെ മധ്യസ്ഥയിൽ ഈശോ തിരുസന്നിധിയിൽ
പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ ഉടമ്പടി ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ അവർക്ക് ശക്തി കൊടുക്കണമേ. കൃപാസനത്തിലെ മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് അവരുടെ ആവശ്യങ്ങളെ സാധിച്ചു തരണമേ. ശ്രുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമാതാവേ, വീണ്ടും പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കാൻ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ശക്തി തരണമേ. ആദ്യ ചൊവ്വാഴ്ച കൃപാസനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സകലരുടെയും പ്രാർത്ഥന ചേർത്തുകൊണ്ട് അവരുടെ ആവശ്യങ്ങളെ പരമദിവ്യകാരുണ്യമേ ഇപ്പോഴും സാധിച്ചു കൊടുക്കണമേ. സമർപ്പിക്കട്ടെ. വീണ്ടും പ്രാർത്ഥന. അമ്മേ, പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, അങ്ങേ സന്നിധിയിൽ എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. ഇന്നത്തെ ദിവസം ആദ്യ ഞായറാഴ്ച കൃപാസനത്തിൽ നടക്കുന്ന ഈ ദമ്പതി ദിവ്യകാരുണ്യ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങള് സാധിച്ചു തരണമേ. ഉടമ്പടി എല്ലാ മക്കളുടെ നിയോഗങ്ങളില് അഭിഷേകം ചൊരിയുന്നതിന് നന്ദി പറയുന്നു. യേശുവേ, 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 യേശുവേ. ഉടമ്പടി പ്രാർത്ഥനകളിലൂടെയും നിയോഗങ്ങൾ അർപ്പിച്ചിട്ടുള്ള അങ്ങേ മക്കളുടെ മേൽ കരുണ ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. നമുക്കിരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വളരെ ഹൃദ്യമായ നല്ല നല്ല സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ട് വിശ്വാസത്തിലും വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും ഒക്കെ നമ്മൾ നിറഞ്ഞ് കർത്താവിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തനിലൂടെ ഞങ്ങളുടെ പിതാക്കന്മാരോട് നീ സംസാരിച്ചതുപോലെ നിന്റെ അവകാശവും നിന്റെ ഓഹരിയും നിന്റെ വിശുദ്ധ രക്തം വിലയായി നൽകി വിലക്ക് വാങ്ങി വീണ്ടെടുത്ത അങ്ങയുടെ മക്കളുടെ മേലെ ഇപ്പോഴങ്ങ് സംസാരിക്കണമേ. അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ,
പരിശുദ്ധാത്മാവേ യേശുവിനെ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കി യേശുവിനെ വളർത്തി യേശുവിനെ നയിച്ച് യേശുവിനെ കുരിശാരോഹണത്തിന് അഭിഷേകം ചെയ്ത് അവസാനം യേശുവിന്റെ നാമത്തില് പുതിയ സഭയെ പുതിയ ഇസ്രായേലിനെ രൂപാന്തരപ്പെടുത്തി സ്ത്രീഹന്മാരിലെ ഇറങ്ങി വസിച്ച് വർഷങ്ങളായി നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി പരിശുദ്ധാത്മാവേ സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ കാറ്റായ അഗ്നിയായി ഇപ്പോൾ ഞങ്ങളെ വീശിയടിക്കണമേ. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അഭിഷേകമായി കർത്താവേ, കുളിർത്തന്നലായി കാറ്റായി കർത്താവേ, കുടുംബക്കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന ഓരോ മകന്റെയും മകളുടെ നിയോഗങ്ങളെ കുടുംബങ്ങളുടെ മേൽ നിറയണമേ. മുന്നോട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യമായ എല്ലാ അനുധാരികളും നമ്മളിങ്ങനെ തളർന്ന് പല സങ്കടങ്ങൾ, രോഗങ്ങൾ, ഉറ്റവരുടെ മരണവും വേർപാട് ഒക്കെ സാമ്പത്തികമായ കടങ്ങളെ കൊണ്ട് കരഞ്ഞ് മുഖം കരഞ്ഞിരിക്കണ പോലെ ഹൃദയവും കരഞ്ഞ് മനസ്സും തണുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അവിടെയൊക്കെ എല്ലാം സ്പർശിക്കണത്, അവർക്ക് തിരിയും തീയും ആശയും ഒക്കെ കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പം ആദ്യമേ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായാൽ നമ്മളെല്ലാം മറന്ന് ഈശോയുടെ കൃപയിൽ നിറയും. ഇപ്പോൾ ഈ സാക്ഷ്യങ്ങൾ കുറേ കേട്ടില്ലേ? എത്രയോ വലിയ ജീവ സാക്ഷ്യങ്ങളാണ് കേട്ടത്. അപ്പോൾ ഞാനെപ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കും. എന്തിനാണ് ശ്രദ്ധിക്കണം എന്നറിയാവോ? സാക്ഷ്യങ്ങൾ സന്തോഷിക്കാനല്ല ശ്രദ്ധിക്കണത്. ഞാൻ സാക്ഷ്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൻ്റെ കാരണം, ചിലപ്പോൾ സാക്ഷ്യങ്ങളിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ ചിലപ്പോൾ ഈശോ എന്നെ സഹായിക്കും. ഏതെങ്കിലും ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ, എല്ലാ സാക്ഷ്യങ്ങളിലും എൻ്റെ കൃപയുണ്ടെങ്കിലും ചില സാക്ഷ്യങ്ങൾക്ക് പ്രബോധന അതുപോലെ തന്നെ പ്രഘോഷണ ശക്തിയുണ്ട്. അപ്പോൾ ആ പ്രഘോഷണ ശക്തി അതിൻ്റെ ആ അടയാളം, പ്രഘോഷണ അടയാളമുള്ള സാക്ഷ്യം ഏതാണെന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സാക്ഷ്യങ്ങൾ എനിക്ക് ഏറ്റവും ഒരു പ്രബോധനാത്മകമായ ഒരു അഭിഷേകം കിട്ടിയത് കണ്ടെയ്നർ ലോറി കയറി ഇറങ്ങിയ സാക്ഷ്യമാണ്. ഒരു സഹോദരൻ്റെ സാക്ഷി ഇവിടെ പറഞ്ഞില്ലേ, കണ്ടെയ്നർ ലോറി ഇറങ്ങി കാല് ചതഞ്ഞു പോയി, ട്രീറ്റ്മെൻറ്റെല്ലാം കഴിഞ്ഞപ്പോഴും ഫിസിയോതെറാപ്പി ചെയ്തിട്ടും കൈകാലൊന്നും അനക്കമില്ലാതെ ഡെഡ് ബോഡി പോലെ കിടന്നെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ സഹോദരിക്ക് ഇവിടെ ആലപ്പുഴ വരാൻ പേടിയായിരുന്നു, സ്ഥലം അറിയത്തില്ല അല്ലേ എന്ന് കുടിച്ച്. പക്ഷേ ഭർത്താവ് ആ കിടപ്പിലും പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ എഴുന്നേറ്റ് വരുമെന്ന് ഇല്ലേ. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ മനുഷ്യനത് പറയണത്. അദ്ദേഹത്തിന് വരാനുള്ള ആവതി ഇല്ലെങ്കിലും നമുക്ക് ആവതില്ലെങ്കിലും വിശ്വാസം ഉണ്ടായാൽ മതി. കൈയടിച്ച് കർത്താൻ കാരണത്തിന്. അപ്പോൾ ആദ്യമേ അച്ഛനിലൂടെ ഈശോ എന്നാ പറഞ്ഞത്? ആവതില്ലെങ്കിലും വിശ്വാസം ഉണ്ടായാൽ മതി. കൈയടിച്ചേ ഒന്ന് പറഞ്ഞേ. ആവതില്ലെങ്കിലും വിശ്വാസം ഉണ്ടായാൽ മതി. അപ്പോൾ ചിലപ്പോൾ സാമ്പത്തികമായ കടങ്ങളൊക്കെ ചിലപ്പോൾ നീ നശിക്കുന്ന വേദനിച്ചിരിക്കും. ആരും കൂട്ടുകാരും ഇല്ല, കുടുംബക്കാരും ഇല്ല, സഹായിക്കാനും ഇല്ല, നിനക്ക് ആവതില്ലെങ്കിലും വിശ്വാസം ഉണ്ടായാൽ മതി. കർത്താവ് നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്തും അല്ലേ. അപ്പോൾ ആ അമ്മച്ചി ചേച്ചി ഇവിടെ വന്ന്, പക്ഷെ ചേച്ചി വന്നിട്ട് ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയേഷ് ബ്രദർ, സാധാരണ ഞങ്ങൾ തമ്മിൽ വിഷയം സംസാരിക്കത്തില്ല ഒരിക്കലും. എന്ത് വിഷയം ഞങ്ങൾ എന്നാൽ ഒരുമിച്ചാണ് യാത്ര ചെയ്യണം. പലപ്പോഴും ഇങ്ങോട്ട് പലപ്പോഴും ഇന്ന് ഒരുമിച്ചാണ് തേക്കാട്ട് ശുശ്രൂഷയും കഴിഞ്ഞ് പോകുന്നത്. എൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ടായിട്ടെങ്കിലും എന്ത് വചനം ഇന്ന് പ്രസംഗിക്കും, എന്ത് പാട്ട് നീ പാടും ഞങ്ങൾ ഡിസ്കസ് ചെയ്യത്തില്ല. ഞാൻ കാറിൽ നിന്ന് ഓർത്തും. അപ്പോൾ പിന്നെ ഞാൻ എന്നെ തന്നെ വിലക്കി. കാര്യം എന്താ? നീ കാറിൽ നിന്ന് പറയുന്ന വചനം കർത്താവ് ആൾക്കാരെ പറയിപ്പിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും അല്ലേ? കർത്താവ് ഇത് ഈശോ പറഞ്ഞ പോലെ കാറ്റ് അതിനിഷ്ടമുള്ള ശ്രദ്ധയ്ക്ക് വീശുന്നു, അതിൻ്റെ സ്വരം മാത്രം നീ കേൾക്കുന്നു. വചനപ്രഘോഷണം കാറ്റിൻ്റെ ഒരു സ്വരം മാത്രമാണ്, അതങ്ങനെ വീശി അടിക്കുകയാണ് അതിനിഷ്ടമുള്ള സ്ഥലത്തേക്ക്. സ്തുതിയുടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ. അഗ്നിയായി കാറ്റായി വരണമെന്നൊരു പാട്ട്. ആ പാട്ട് ഞങ്ങൾ ശരിക്കും ഓർക്കണില്ല.
ചേച്ചി അത് കൂട്ടി വായിച്ചതാണ്. 2 പാട്ടുകൾ ചിലപ്പോൾ ഒന്നാക്കി വായിച്ചതായിരിക്കും. പല കാര്യം അഗ്നിയുടെയും കാറ്റിൻ്റെയും പാട്ടുകൾ 2ആണ്. ഏതാണ്ട് ചിലപ്പോൾ പെന്തക്കോസ്ത് നാളിൽ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെയുള്ള പാട്ട് പാടുമ്പോഴേ ചേച്ചി ഉടനെ ഈശോയോട് പറയുകയാണ്, ഈശോയെ ഇവിടെ അടിക്കണ ഈ കാറ്റ്, ഈ അഗ്നി ഇപ്പം ഈ നിമിഷം എൻ്റെ മരിച്ച പോലെ കിടക്കണ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിലൊന്ന് അടിക്കണേ കർത്താവെന്ന്. ആ മനുഷ്യന് ആ സമയത്ത് തീച്ചൂട് അനുഭവിക്കുക. ആ മനുഷ്യൻ പറഞ്ഞു കേട്ടില്ലേ, ആ സമയത്താണ് ചേച്ചി പറഞ്ഞ ആ സെക്കൻഡിനുള്ളിൽ മനുഷ്യൻ്റെ കൈ ഇങ്ങനെ ബലം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് എഴുന്നേറ്റ് വരികയാണ്. കൈയിടിച്ച് കർത്താൻ വികാരണത്തിന്. അപ്പോൾ എൻ്റെ മുറിയിരുന്ന് ഞാൻ ഓർക്കായിരുന്നേ, ചേച്ചിയോട്, ചേച്ചി ആദ്യമായി ഇങ്ങനെ പ്രാർത്ഥനാപരമായ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോഴങ്ങനെ സഭാ കൂട്ടായ്മ വന്നതാണ്. പക്ഷേ ചേച്ചിയോട് മകളെ ഇപ്പം നീ പാട്ട് പാടി, ഈ പാട്ട് പാടുമ്പോൾ ഈ കാറ്റും അഗ്നിയും ഇവിടെ അടിക്കണത് നിൻ്റെ ഭർത്താവിൻ്റെ മൃതശരീരം പോലെ കിടക്കണ അനങ്ങാത്ത ശരീരത്തിൽ അടിക്കണമെന്ന് ചേച്ചിയോട് ആരായിരിക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളത്? ആരായിരിക്കും? പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. അതാണ് വിഷയം. അതായത് അതൊരു വചനമാണ്. ഏത് വചനമാണത്? യോഹന്നാൻ 14:26 വചനമാണ്. എന്താണ്? പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. ഒന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യവും പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ പഠിപ്പിച്ചതെല്ലാം നിന്നെ അനുസ്മരിപ്പിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിന്നെ അനുസ്മരിപ്പിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിന്നെ അനുസ്മരിപ്പിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ 100 കണക്കിന് മക്കള് കണ്ണീരോടെ ഒരേ ഹൃദയത്തില് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തില് ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആഗ്രഹിക്കുന്ന ഓരോ കുടുംബത്തിലും മൃതമായി മരവിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ ജീവിതങ്ങളും ഓരോ ശരീരവും ഇപ്പോഴേ ശക്തി പ്രാപിക്കട്ടെ, ജീവൻ പ്രാപിക്കട്ടെ. അപ്പോൾ ആ ചേച്ചിക്ക് ഈ പ്രാർത്ഥന നിൽക്കുമ്പോൾ ആ ചേച്ചിയെ പോലെ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾ നയിക്കുന്ന ആരായിരിക്കും? പരിശുദ്ധാത്മാവായിരിക്കാം. ആ ഒരു വാക്ക് ചേച്ചി ആ സമയത്ത് പറയാതിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ചേട്ടൻ ഇന്നും അതുപോലെ തന്നെ കിടന്നേന ആ ചേച്ചി. പക്ഷെ ആ ചേച്ചിയോട് പരിശുദ്ധാത്മാവ് ആ സമയത്ത് പഠിപ്പിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ, ഈ യോഹന്നാൻ 14:26 അനുസരിച്ച് കൊണ്ട് പരിശുദ്ധാത്മാവ് ആ ചേച്ചി ആ സഹോദരിക്ക് പഠിപ്പിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചു കൊടുത്തില്ലായിരുന്നെങ്കിൽ ആ ചേട്ടൻ ഇന്നും അതുപോലെ തന്നെ കിടക്കും. അപ്പോൾ എഴുന്നേറ്റ് വരിക എന്നുള്ളത്, ജീവനിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് ഒരു പഠിപ്പിക്കലാണ്, ദൈവത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. കൈ അടിച്ച് കർത്താവ് ചേച്ചി കർത്താവിൻ്റെ വചനത്തെ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മളും ആ സഹോദരിയും നമ്മളും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. ബൈബിൾ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല ഒരു അനുഗ്രഹ മാർഗമാണ്. എന്താണ്? പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ ദൈവവചനം വിളിക്കുന്ന ഒരു പേരുണ്ട്. വാട്ട് ദാറ്റ്? എന്താണത്? പരിശുദ്ധാത്മാവിനാൽ ഇതുപോലെ, ഇതാണ് പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുക എന്നർത്ഥം. ആ സെക്കൻഡിനുള്ളിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, മകളെ ഇപ്പോഴും ഒരു പണിയുണ്ട്, എന്നെ നീ വിശ്വാസത്തോടെ നിൻ്റെ ഭർത്താവിൻ്റെ കൈകളിലേക്ക് എന്നെ നീ വിശ്വാസത്തോടെ ഈ നിമിഷം ഇവിടെ നിന്ന് ഓർത്താൽ മതി, ആ മനുഷ്യനിപ്പോൾ സുഖം പ്രാപിക്കും. അതാണ് പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുക. ഇങ്ങനെ നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നവരാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നിങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നവരാണ്. നിങ്ങളൊന്ന് പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നയിക്കപ്പെടുന്നുവെന്നുള്ളത് നിങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടിയാണ് അച്ഛൻ്റെ ഈശോ ഇങ്ങനൊരു അനുസ്മരണം നൽകണത്. പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്നവരെ ദൈവത്തിൻ്റെ വചനം വിളിക്കണ ഒരു പേരുണ്ട്. എന്നാ പേരാതെ? പറഞ്ഞോളൂ, സത്യം പറ. ദൈവ പൈതൽ. പറഞ്ഞേ. അതാണ് റോമ 8:14. റോമ 8:14 ഒന്ന് പറഞ്ഞേ. എന്തിനാണെന്നറിയാവോ? ഇത് വീട്ടിൽ പോയി വായിക്കാൻ വേണ്ടിയാണ്. റോമ 8:14.
പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്നവരെ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്നു ദൈവമക്കളെന്ന് വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് നയിക്കപ്പെടണ്ടേ? ഒരു പ്രശ്നമുണ്ട്. ഈശോയുടെ വാക്കിൽ ഇന്ന് ഒരു സങ്കടകരമായ കാര്യം വന്നിട്ടുണ്ട്. എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ 3 തരം മക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈശോ പറഞ്ഞതാ, കർത്താവിൻ്റെ വചനത്തിലുള്ളതാ, സുവിശേഷത്തിലുള്ളതാ. 3 തരം മക്കൾ ഉണ്ട്. ഇപ്പോൾ നമ്മൾ റോമ 8:14 കണ്ടില്ലേ? അതെന്ത് മക്കളാ? ദൈവത്തിൻ്റെ മക്കൾ അല്ലേ? ഇതുപോലെ വേറെ മക്കളുണ്ട്. ആരാണ്? ദുഷ്ടൻ്റെ മക്കൾ. ദുഷ്ടൻ്റെ മക്കൾ. കളകൾ പ്രഭു അങ്ങ് വിതച്ച് നല്ല വിത്തല്ലേ? പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ അത് ശത്രു ചെയ്ത പണിയാണ്. എന്നിട്ട് ആ വചനം വ്യാഖ്യാനിച്ച് ഈശോ എത്തിക്കണത് മത്തായിയുടെ സുവിശേഷത്തിൽ 13:38 എത്തിക്കുമ്പോൾ ഈശോ പറയും ദുഷ്ടൻ്റെ മക്കൾ. എന്താ? വിത്ത് ദൈവവചനമാണ്, കളകൾ വിതക്കുന്നത് ദുഷ്ടൻ്റെ മക്കളാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അപ്പം അങ്ങനെ ഒരു വെറൈറ്റി ഭാഗമുണ്ട്, ദുഷ്ടൻ്റെ മക്കളെന്ന്. വിത്ത് ദൈവവചനമാണ്, കളകൾ വിതക്കുന്ന ശത്രു ദുഷ്ടൻ്റെ മക്കളാണെന്ന്. എന്നുവെച്ചാൽ ആരുടെ മക്കളാണത്? പിശാചിൻ്റെ, തിന്മയുടെ സന്തതികളാണ്. തിന്മയുടെ സന്തതികളെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കറിയാം റോമ 8:14 അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണല്ലോ ദൈവത്തിൻ്റെ മക്കൾ. അങ്ങനെയാണെങ്കിൽ ദുഷ്ടൻ്റെ മക്കൾ ആരായിരിക്കും? ദുഷ്ടാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിരിക്കാം. ദുഷ്ടാത്മാവിനാൽ നയിക്കപ്പെടുന്ന മക്കളുണ്ടാകും. അതിനേക്കാളും അപകടം എനിക്ക് തോന്നിയിരിക്കുന്നത് വേറെ ഒരു തരം മക്കളുണ്ട്. എന്ത് മക്കളാണത്? ജഡത്തിൻ്റെ മക്കളുണ്ട്. അത് ഈശോ പറഞ്ഞ വാക്കാണ്. ലോകസന്തതി എന്ന് പറയും ഈശോ ആ വാക്കിന്. ലോകസന്തതി, അതായത് ലോകസന്തതി എന്ന് പറയണത് ഈശോ സൂചിപ്പിച്ചത് ഈ ലോകത്തിൻ്റെ സന്തതികളെ അല്ലെങ്കിൽ ഈ യുഗത്തിൻ്റെ സന്തതികളെ തങ്ങളുടെ തലമുറയിൽ പ്രകാശത്തിൻ്റെ മക്കളേക്കാൾ, ഇപ്പം ലൂക്കാ 16:8 എന്ന് പറഞ്ഞ് ഈ ലോകത്തിൻ്റെ സന്തതികൾ ഈ തലമുറയിലെ പ്രകാശത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിയുള്ളവരാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ സന്തതികൾ അങ്ങനൊരു സംഭവമുണ്ട്. അതിന് യോഹന്നാനൊക്കെ വിളിക്കണ ജഡത്തിൻ്റെ സന്തതി എന്ന. എന്താ ഞാനിങ്ങനെ പറയാൻ കാരണം എന്നറിയാമോ? ഈ ദൈവാത്മാവ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് 2 ആത്മാക്കളും ഉണ്ടെങ്കിൽ നമ്മളതിനെ വിവേചിച്ച് മനസ്സിലാക്കണം. 1 തെസ്സലോനിക്കർ 4:3 എന്താ പറയണത്? 1 തെസ്സലോനിക്കർ 4:3 ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം, നിങ്ങളുടെ വിശുദ്ധീകരണം എന്ന് പറഞ്ഞേ. ഇഷ്ടം നിങ്ങളുടെ വിശുദ്ധീകരണം. ഒന്നുകൂടി പറഞ്ഞേ. ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം, നിങ്ങളുടെ വിശുദ്ധീകരണം. അപ്പോൾ 1 തെസ്സലോനിക്കർ 4:3 ലേഖനം ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം, നിങ്ങളുടെ വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്ത്? ലോകാരൂപിയെ പുറത്താക്കുക എന്നുള്ളത് അല്ലേ? വിശുദ്ധീകരണമല്ലേ ദൈവത്തിൻ്റെ ഇഷ്ടം? ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. 1 തെസ്സലോനിക്കർ 4:3 ഇതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം, നിങ്ങളുടെ വിശുദ്ധീകരണം എന്ന് പറയുമ്പോൾ അതിൽ ഇപ്സഫാത്തോ അത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന അതിനകത്തിരിക്കുന്ന സംഭവമാണ് ദുഷ്ടാരൂപിയെ പുറത്താക്കുക. ഇതിങ്ങനെ വചനം കേട്ട് വരുമ്പോഴാണ് ദുഷ്ടാരൂപി പുറത്താകണത്. വചനം കേട്ടാൽ പറ്റത്തില്ല, അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴാണ്. യോഹന്നാൻ 15:3 നമ്മൾ വായിക്കണില്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്നു എന്ന് പറഞ്ഞേ. വചനത്തിൻ നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പോൾ വചനം കേൾക്കുമ്പോൾ വിശുദ്ധി ഉണ്ടാകത്തില്ലേ? അതെങ്ങനെ ഉണ്ടാകണ വിശുദ്ധിയാണ്? വചനം കേട്ട് കഴിയുമ്പോൾ ദൈവാരൂപി എങ്ങനെയാണ് ദൈവത്തിൻ്റെ മക്കളാകണത് മനസ്സിലാകും. വചനം കേട്ട് കഴിയുമ്പോൾ ദുഷ്ടാരൂപി എന്താണ്, ഇപ്പോൾ ഇതിനൊരു ദുഷ്ടാരൂപി ഉണ്ടോ എന്ന് മനസ്സിലാകും.
വചനം കേട്ട് കഴിയുമ്പോൾ ലോകാരൂപി എന്താണ്, ഇതിനാൽ ലോകാരൂപി ഉണ്ടോ എന്ന് മനസ്സിലാകും. അപ്പോൾ ലോകാരൂപി ഉണ്ടോ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ഇരിക്കട്ടെ എന്ന് പറയുമോ? എന്തിനാണ്? ദൈവാത്മാവ് നയിക്കപ്പെടാൻ വേണ്ടി ലോകാരൂപിയെ നമ്മൾ പുറത്ത് കളയേണ്ടി വരും. അപ്പോൾ അങ്ങനെ വിശുദ്ധീകരണം ഉണ്ടാകണത്. അല്ലാതെ മൈക്ക് വെച്ച് പ്രസംഗിച്ചാൽ വിശുദ്ധീകരണം ഉണ്ടാകത്തില്ല. തീരുമാനം എടുക്കേണ്ടി വരുമോ? ഒരു തീരുമാനം എടുക്കേണ്ടി വരുമോ? എന്നെ ദുഷ്ടാരൂപി. ഇപ്പം ഒരു ചേച്ചി വന്ന് പ്രാർത്ഥിച്ച, എന്താ ചേച്ചിയുടെ പ്രാർത്ഥന? ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ള എന്നെ വളരെ കാതലായ രീതിയിൽ സ്പർശിച്ച ഒരു കൊച്ചു കാര്യം, വലിയ കാര്യമല്ല, പക്ഷേ ഇതിൻ്റെ ഒരു കാര്യമുണ്ട്. നമ്മളെ സഹായിക്കുമെന്ന്. ഒരു ചേച്ചിക്ക് ഒരു സ്ഥലം വേണം. അതായത് അവരുടെ വീടിൻ്റെ തെക്ക് വശത്തുള്ള സ്ഥലം വിൽക്കാൻ പോവുകയാണ്. അവരുടെ വീടിൻ്റെ തെക്ക് വശത്തുള്ള സ്ഥലം വിൽക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്തൊക്കെ സ്ഥലമുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും എടുക്കാൻ നോക്കുമല്ലോ, 2 സെൻറ്റ്. അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു വിടൂ, ആ സ്ഥലം എടുക്കണം കേട്ടോ. അപ്പോൾ എന്താണ് അവിടെ എടുക്കാൻ കാര്യം? അത് എനിക്കടി കാശില്ല പൊടി, അല്ല അത് ഈ കെട്ടുതാലി കൊണ്ട് പണയം വെച്ചാൽ ശരി, ആ സ്ഥലം എടുക്കണം. അല്ലെങ്കിൽ വല്ലവരും വന്ന് ഇവിടെ താമസിച്ചാൽ പിന്നെ നമുക്ക് ഉള്ള സൗകര്യം പോകും. നമ്മുടെ പെൺകുഞ്ഞുങ്ങളൊക്കെ വലുതായി വരികയാണ്, എന്ത് ജാതിയാണ് വരാൻ പോണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? കറക്റ്റല്ലേ സംഭവം? അതിനകത്ത് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പോൾ ഭർത്താവിന് മനസ്സിലായി, ശരി 2 പെൺകുഞ്ഞുങ്ങളാണ് വലുതായി വരണത്, വല്ല കാട്ടമാക്കാനും വന്ന് താമസിച്ച് കഴിഞ്ഞാൽ കുഴപ്പത്തിലാകത്തില്ലേ, പിന്നെ ഉള്ള സമാധാനം പോവും. നമ്മൾ ആരെ ഏൽപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു സമാധാനം ഇവിടെ ജീവിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എന്തായാലും ശരി, കിഡ്നി വിറ്റാലും ശരി നമുക്ക് ആ സ്ഥലം എടുത്തേ മതിയാകത്തുള്ളെന്ന് പറഞ്ഞു. പക്ഷേ ഇതുകൊണ്ടൊന്ന് ഉടമ്പടി വെച്ചിട്ട് ഉടമ്പടിയിൽ അങ്ങോട്ട് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യണില്ല. അതാണ് കൗൺസിലിംഗ് വരണത്. ഉടമ്പടി കഴിഞ്ഞിട്ട് ഉടമ്പടി കഴിയുമ്പോൾ മിക്കവാറും എല്ലാ കാര്യത്തിലും അമ്മ നിൽക്കണ കാരണം പെടപെടാന്ന് തീരുമാനമാകും. പക്ഷേ അതല്ല, ചില കാര്യങ്ങൾ ഇങ്ങനെ കടിച്ച് നിൽക്കണ കാണാം. അപ്പോൾ പറയും, അച്ഛാ എന്താണ് അച്ഛാ ആ സ്ഥലം എടുക്കാൻ പറ്റാത്തതെന്ന് അറിയത്തില്ലല്ലോ എന്ന് പറയും. അപ്പം ശരി, നിങ്ങളുടെ പ്രോപ്പർ ചാനൽ വാ, പ്രാർത്ഥനയെല്ലാം കഴിയട്ടെ, ഈശോ സംസാരിക്കാമെന്ന് നോക്കട്ടെ. അപ്പോൾ നിങ്ങൾ പ്രോപ്പർ ചാനൽ വരും, പ്രേക്ഷിത വേലയും ചെയ്ത് പ്രാർത്ഥനയും കൂടി സമയവും എടുത്ത് രജിസ്റ്റേർഡ് കൗൺസിലിംഗ് വരും. വന്നിരിക്കുമ്പോൾ അവർ ഇന്ന് ജപമാല ചെല്ലിക്കണമല്ലോ. നമ്മൾ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ സ്ഥലം വെച്ചാൽ എടുക്കാൻ പറ്റുമോ? എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ഥലം എടുത്താൽ ശരിയാകുക? ഞാൻ സ്ഥലത്തിന് കുഴപ്പമൊന്നുമില്ല, നിനക്കിത്തിരി കുഴപ്പമുണ്ട്. എന്താ കാര്യം? ഇവരുടെ മനസ്സിൽ ഇവരുടെ പുറത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കിഡ്നി വിറ്റാൻ സ്ഥലം എടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ കണ്ടവൻ വന്ന് താമസിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവിടെ സമാധാനം ജീവിക്കാൻ പറ്റത്തില്ല. ഇത് തന്നെയാണ് ഉടമ്പടിക്ക് ദൈവത്തോട് പറയുമ്പോഴും ദൈവത്തിൻ്റെ ഒരു കുഴപ്പമുണ്ട്. അതായത് ദൈവം ഈ സംഭവം ആത്മാവിലാണ് വിവേചിക്കുന്നത്, ജഡത്തിലല്ല, ബുദ്ധിയിലല്ല വിവേചിക്കുന്നത്. ദൈവം ആത്മാവിലാണിത് വിജയിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ ഇപ്പോൾ നമ്മൾ 2 കൊറിന്ത്യസ് 2:16, അതുപോലെ തന്നെ എഫേസ്യസ് 1:18, അപ്പം അങ്ങനെയുള്ള വചനങ്ങൾ വരുമ്പോൾ ഇനി 2 കൊറിന്ത്യസ് 16:7 ഇങ്ങനെയൊക്കെയുള്ള വചനങ്ങൾ വരുമ്പോൾ ആത്മാവുമായി സംയോജിപ്പിക്കുന്ന അവിടുത്തെ കൂടെ ഏക ആത്മാവായി തീരുമെന്നാണ്. അപ്പോൾ ആത്മാവ് കൊണ്ട് സെൻസ് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഏത് അരൂപിയാണുള്ളതെന്നുള്ളത് ആത്മാവിനെ പിടികിട്ടുമ്പോൾ അത് ഉടമ്പടിയിൽ അമ്മ പറയാം, അപ്പോൾ അമ്മ അതാണ് ഒപ്പിടാത്തതല്ലേ. അമ്മ ചില സാധനം ഒപ്പിടത്തില്ല. ഒപ്പിടാത്തതിൻ്റെ കാര്യം അമ്മയ്ക്ക് കറക്റ്റ് ഫോർമാറ്റിൽ കൊടുക്കണം. ജഡാരൂപിയുടെ ഫോർമാറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും, അവിടെ ഒപ്പിടത്തില്ല. കാര്യം ആ മുകളിൽ ചെന്നാൽ ശരിയാതെന്നറിയാം. വെള്ളം വീഞ്ഞാക്കിയ കാര്യം അത് കുഴപ്പമില്ലാത്ത കാര്യമാണ്, അത് ന്യായമായ കാര്യമാണ്. ചില കാര്യങ്ങൾ ന്യായമായ വേഷം കെട്ടിയിട്ട് അന്യായങ്ങൾ ഫയൽ ചെയ്യുമ്പോഴാണ് ചില പ്രശ്നം വരണത്. എന്താ അന്യായം ഫയൽ ചെയ്തിരിക്കണത്? എന്തുകൊണ്ട് ഇവർക്ക് സ്ഥലം എടുക്കാൻ പറ്റാത്തത്? ഇവർ വിചാരിച്ചിരിക്കുന്നത് ഈ തെക്കാപ്പുറത്തെ സ്ഥലം എങ്ങാനും കയറി നമ്മളെടുത്തില്ലെങ്കിൽ ആ പുറകിലെ വീട്ടുകാരത്തെ എടുക്കും. മനസ്സിലായി? അവരുടെ പുറകെ വീട് കണ്ടേ, അവരെടുത്തു കഴിഞ്ഞാൽ കുഴപ്പം എന്താ അറിയാവോ? അത് അവിടെ കൂടി അവർ റോഡിടും, പിന്നെ അവർ ഒരു കാറ് വാങ്ങിക്കും. ഇപ്പം നമുക്ക് ഒരു സ്കൂട്ടറേ ഉള്ളു, അതാണ് പ്രശ്നം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് സാധനം അമ്മ നോക്കുമ്പോൾ ഈ സംഭവം ശരിയാണില്ല. വേറെ അരൂപിയിലാണ് വെച്ചിരിക്കുന്ന സംഭവം. അതായത് നമ്മളോടെല്ലാം പറഞ്ഞിരിക്കുന്നത്, എടുത്ത് പറഞ്ഞിരിക്കുന്നത് തെക്കാപ്പുറത്ത് സ്ഥലം എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ വേറെ കണ്ടാൽ വന്ന് താമസിച്ച് കഴിഞ്ഞാൽ സ്വൈര്യ ജീവിതം ഉണ്ടാകത്തില്ല, സമാധാനം അതിനല്ലേ. പക്ഷേ ദൈവത്തിരുസേന വെക്കുമ്പോൾ ദൈവത്തിനറിയാം ഇവരുടെ ഉദ്ദേശം എന്താണെന്ന്. അപ്പോൾ അത് കെട്ടിവന്ന കാലം മുതൽ കിഴക്കപ്പുറത്ത് പെണ്ണുമായിട്ട് ഇവർ സ്റ്റണ്ടാ. പുറമേ ഒന്നും പറയത്തില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ പാരയും പോരും വെച്ചാൽ ജീവിക്കണത്. ഇപ്പോൾ ഒരു സ്ഥലം കൊടുത്തപ്പോൾ ചാടി വീണ് കിഡ്നി വിറ്റാലും എടുക്കാൻ പോകുന്നത് എന്താണ്? എടുത്തില്ലെങ്കിൽ ആ പണ്ടാരം കയറി സംഭവം എടുക്കും. എടുത്തു കഴിഞ്ഞാൽ അവർ ഉടനെ റോഡിടും. അവരാണ് പണ്ട് പോലെ നമ്മുടെയൊക്കെ ഒന്ന് വഴിയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, കാശിന് നമ്മുടെ സ്ഥലം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെന്താ കൊടുക്കാത്തത്? ഞങ്ങൾക്ക് ജീവിക്കാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഇവൾ വണ്ടി മേടിക്കും.
പിന്നെ ഇവരുടെ പിള്ളേർ ചെത്ത് നടക്കണ കാണുമ്പോൾ നമ്മുടെ നെഞ്ചി വേദന നമുക്കുണ്ടാവും. അപ്പം അതുകൊണ്ട് അവൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, പണി മനസ്സിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴാണ് നെഞ്ചുവേദന വരണം. എന്താ, ഇവരെങ്ങാനൊക്കെ സ്ഥലമെടുത്താൽ പിന്നെ നമ്മളിവിടെ ജീവിച്ചിട്ട് കാര്യമില്ല, വിറ്റുചുട്ട് എവിടെയെങ്കിലും പോയാൽ മതി, അല്ലെങ്കിൽ അവിടെ പത്രാസം മരണം വരെ കാണേണ്ടി വരും. ഇതിനെയാണ് ലോകാരൂപി എന്ന് പറയണത്. പിടികിട്ടിയാ? പ്രെയർ പ്രൈസ് ചെയ്യുമ്പോൾ അരൂപി കറക്റ്റ് ചെയ്യണം. ഇനി ഉടമ്പടി ചെയ്യാൻ പോകുന്നവർ ശ്രദ്ധിക്കുക, പ്രെയർ നിങ്ങൾ പ്ലേസ് ചെയ്യുമ്പോൾ അത് അരൂപി കറക്റ്റാണെന്ന് നോക്കണം. അതിൻ്റെ കാര്യം ദൈവാരൂപി വെക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് സ്പീഡാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് ക്ലേശങ്ങളുണ്ടാകും. ആരുടെയെങ്കിലും മേൽ സാമ്പത്തിക ആധിപത്യമോ ആരുടെയെങ്കിലും മേലിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഔന്നത്യത്തിന് മേൽക്കോയ്മ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നിന്റെ തന്ത്രപ്പടിയായിട്ടാണ് ഈ സംഭവം വെക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ലോകാരൂപി വരും. ചില ആൾക്കാരുടെ സമയത്ത് അവർ മറ്റുള്ളവരെ ഒരു കാരണവശാൽ ഇപ്പോൾ എംപ്ലോയ്മെൻ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം ഓരോ കല്യാണത്തിന് ചെറുക്കൻ കാണാൻ വരുന്നത്, അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിൽ മൂന്നാം വരണത്, ഇങ്ങനെ ഓരോ കേസൊക്കെ വരുമ്പോൾ ചില ആൾക്കാർ തിരക്കി പിടിച്ച് നിങ്ങൾ എങ്ങോട്ടാണ് പോയത്, ഞങ്ങൾ അവിടെ ആ പെണ്ണിൻ്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി എൻ്റെ അമ്മയെ കൊള്ളാം, എൻ്റെ അമ്മയെ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി പെണ്ണ് പ്രസവിച്ചതാണെന്ന്. ഇവരത് പറയത്തില്ല. ഇവർ പൈപ്പിൻ്റെ ചുറ്റി വെള്ളം എടുത്തുകൊണ്ടിരിക്കുകയുള്ളൂ, വേറെ ഒന്നും പറയത്തില്ല. എൻ്റെ അമ്മ കൊള്ളാം, ഇത്രയും സാധനം മതിയല്ലേ, ഇത്രയും ഡയലോഗ് മതി എന്ന് വെച്ചാൽ അവളൊന്ന് പ്രസവിച്ചതാണ്, അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോഴെന്താണ്ട് വല്ല കുഴപ്പമുണ്ടാ? ഈ ആൾ കൊണ്ടൊന്ന് ഉടമ്പടി ചെയ്താൽ എന്ത് ചെയ്യും? ശരിയാകുക? ശരിയാകത്തില്ല. ഈ പന്നിക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. ഈ സാധനം ഉടമ്പടി ചെയ്യരുത്. കാര്യം ഇവളുടെ ഉള്ളിലിരിക്കണം നശിപ്പിക്കുക, മറ്റുള്ളവൻ്റെ ഭാവി നശിപ്പിക്കുക, അവൻ്റെ കല്യാണം മുടക്കുക, അല്ലെങ്കിൽ അവളുടെ കല്യാണം മുടക്കുക, ജോലിക്ക് മുടക്കുക, അല്ലെങ്കിൽ പോലീസുകാർ അന്വേഷിക്കാൻ വരുമ്പോൾ 1 3 ഇരട്ടിയായിട്ട് പറഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെ ഒരു നശിപ്പിക്കുക. നശിപ്പിക്കണ അരൂപി എന്തരൂപിയാ? അതാണ് സംഭവം. അത് റോമ 10:10 അല്ല യോഹന്നാൻ 10:10. കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. അപ്പം നിങ്ങൾ ഉടമ്പടി വെക്കുമ്പോൾ കർത്താവ് പറയും അമ്പടി കള്ളി എന്ന് വിളിക്കും. എന്താ കാര്യം? നശിപ്പിക്കണ സാധനം അതിൻ്റെ അകത്തുണ്ട്, നശിപ്പിക്കണ കാര്യം അതിൻ്റെ അകത്തുണ്ട്. അതായത് അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ ഏത് അരൂപിയാൽ നയിക്കപ്പെടുന്നു എന്നുള്ളത് എപ്പോഴും ഈശോയുടെ മുമ്പിൽ പ്രധാനപ്പെട്ട വിഷയമാണ്. ഏത് അരൂപിയാൽ നമ്മൾ നയിക്കപ്പെടുന്നു. ഇപ്പോൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ ആത്മാവാണെന്ന് 8:14 പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ലോകാരൂപിയെ ദുഷ്ടാരൂപിയെ നയിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അത് ഈ അപ്പോസ്തലന്മാർ പോലും, നമ്മളെ സാധാരണ മനുഷ്യരല്ല, അപ്പോസ്തലന്മാർ പോലും ദുഷ്ടാരൂപിയെ നയിച്ച സംഭവം ബൈബിളിലുണ്ട്. അപ്പോസ്തലന്മാരെ ഓർക്കുക, ഈ മനുഷ്യാവസ്ഥ ആയിരിക്കുമ്പോഴേ നമ്മൾ പോലും അറിയാതെ ഈ വൈറസ് കയറി വരും. പാലിൽ പുഴുണ്ടായി കാണാൻ പറ്റുമോ? ചൈനക്കാർ അതിനെ പുഴുങ്ങിത്തിനുണ്ട് സംഭവം. അവൻ പാലിൽ പുഴു ഉണ്ടാക്കിയിട്ട് പുഴുവിൻ്റെ പാലും പുഴുവും കഴിച്ച് അവസാനം വെള്ളമായി മാറുകയും വെള്ളം മാത്രം അവശേഷിക്കുകയും പാലെല്ലാം പുഴുവായിരിക്കുകയും അതിനെ വറുത്തടിക്കുകയും ചെയ്യും. അത് അവൻ്റെ ഭക്ഷണ രീതിയിലെ ഭാഗമാണ്. അതുപോലെ തന്നെ ഈ അപ്പോസ്തലന്മാരിൽ പോലും പുഴുവുണ്ടാവും, ലോകാരൂപി. അങ്ങനെ പിന്നെ നമ്മുടെ സാധാരണ മനുഷ്യരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടാ? സമറിയായിലൂടെ യാത്ര ചെയ്തപ്പോൾ, സമറിയായിലൂടെ യാത്ര ചെയ്യാൻ ഈശോ പറഞ്ഞു നമുക്ക് സമറിയായിലൂടെ ജെറുസലേമിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വഴിയൊരുക്കാൻ വേണ്ടി 2 കക്ഷികൾ മുമ്പോട്ട് പോയപ്പോൾ സമറിയായിലൂടെ പോകുമ്പോൾ സമറിയക്കാർ ചോദിച്ചാൽ ഇങ്ങോട്ടാ അപ്പോൾ ഞാൻ ജെറുസലേമിലേക്ക് പോവുകയാണ്, ഗുരു പുറകിലുണ്ട്, നിൻ്റെ കൈയും കാലും പറ്റിയിട്ടാ വണ്ടി വിട്ടേക്കാൻ പറഞ്ഞു. അപ്പോസ്തലന്മാരുടെ ഐസി അടിച്ചു പോയി. കാരണം ആദ്യമായിട്ടാണ് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കൈയും കാലും പെട്ടു ഒരുത്തം പറയണത്. സമറിയക്കാർ ആ ചെള്ള് പോലെ ഇരിക്കണ കർത്താവിൻ്റെ മുമ്പിൽ ആരുണ്ട്? അവൻ അന്ധനെ കാഴ്ച നടക്കുന്നവനും ചേട്ടനെ കേളി നടക്കുന്നവനും ഊമന് സംഭാഷണത്തിൽ നടക്കുന്നവനും ജഹംകൂട്ടത്തെ കട അനുകമ്പ തോന്നി ആയിരങ്ങൾക്ക് അപ്പം വർദ്ധിപ്പിക്കുന്ന കരുത്തനായ കർത്താവ് കടലിൻ്റെ മീതെ വരുന്നവനാ. അവൻ്റെ അടുത്ത് നീ ചെള്ള് വഴിവിടയില്ലാത്തതെന്ന് പറയണത്. നിനക്ക് ഇപ്പോൾ പണി തരാമെന്ന് പറയും. നേരെ ഇടിച്ച് തള്ളി കർത്താവിൻ്റെ അടുത്ത് വരും. കർത്താവേ എന്താ നീ ഇടപെടണ്ട, ഞങ്ങൾ ഇടപെട്ടോളൂ, ആ അധികാരം ഇങ്ങോട്ട് തന്നാൽ മതി എന്ന് പറയും. നീ ഇടപെടണ്ട ഈ പ്രശ്നത്തിൽ, ഈ ഒച്ചുപോലെയായിരിക്കും മനുഷ്യരുടെ നീ ഇടപെട്ട് കൈനാറ്റണ്ട, അധികാരം ഇങ്ങോട്ട് ഞങ്ങളെ പണിതോളാമെന്ന് പറയും. എന്താ? സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിക്കാതെ ഞാൻ കൽപ്പിക്കട്ടെ എന്ന് പോരെ? അതാണ് നശിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പോഴാണ് ഈശോ ചോദിക്കണത്. ലുക്ക 9:55, ലുക്ക 9, അത് ഫുട് നോട്ടിലേ കാണത്തുള്ളത്. ലുക്ക 9:55, എന്തരൂപിയാണ് നിങ്ങൾക്കുള്ളതെന്ന്
നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഈശോ എന്താ ചോദിക്കുന്നത്? എന്ത് അരൂപിയാലാണ് നിങ്ങൾ നയിക്കപ്പെടുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല. പ്രൈസ് ദ ലോർഡ്. അപ്പം അരൂപിയാൽ നയിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. നമ്മൾ ഈ വചനങ്ങൾ ഇപ്പം നമ്മൾ ആദ്യം 1 തെസ്സലോനിക്ക 4:3 പറഞ്ഞ എന്താ പറഞ്ഞത്? ഇതാണ് ദൈവഹിതം, നിങ്ങളുടെ വിശുദ്ധീകരണം എന്ന് വെച്ചാൽ യോഹന്നാൻ 5:15 എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കുന്നു. വചനങ്ങൾ കേൾക്കുമ്പോഴും നമുക്ക് എന്താ സംഭവിക്കേണ്ടത്? അരൂപിയെ വിവേചിക്കാൻ കഴിയും. നമ്മൾ എന്തരൂപിയാണുള്ളത്? ദുഷ്ടാരൂപിയാണെങ്കിൽ കൊല്ലാനും നശിപ്പിക്കാനും കല്യാണം മുടക്കാനും ജോലി നഷ്ടപ്പെടുത്താനും നോക്കൂ, ഇല്ലേ? അയൽക്കൂട്ടവും സ്വയാശ്രയ സംഘങ്ങളും മറ്റു തരത്തിലുള്ള സംഘടനകളും എല്ലാം നമ്മുടെ പ്രതിയോഗിയെ കോർണർ ചെയ്തുകൊണ്ടായിരിക്കും ചെയ്യണത്. ഇത് നിങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യണവരെല്ലാം ഭീരുക്കളാണ്. ശരിക്കും നമ്മൾ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല സ്വീകരിച്ചതെന്ന് പൗലോസ് പറഞ്ഞ ഇത് ഈ അർത്ഥത്തിലാണ്. അത് നിങ്ങൾ പാര വെക്കുകയും സൂചി വെക്കുകയും മറ്റുള്ളവർക്കെതിരെ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭീരുക്കളായി മാറുകയാണ്. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്രസ്വീകാരത്തിൻ്റെ ദൈവധൈര്യത്തിൻ്റെ ആത്മാവിനെ നമ്മൾ സ്വീകരിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് നമ്മുടെ വാക്ക്, പ്രവൃത്തി, വിചാരങ്ങളെല്ലാം ലോകത്തിന് മേൽ നാം വിജയം പ്രാപിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാലാണെന്ന് അറിയുമ്പോൾ ആ ആത്മാവിനെ നയിക്കപ്പെടാൻ വേണ്ടി അഭിഷേകത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കള്. അപ്പോൾ ലോകത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരായി മാറും? ലോകത്തിൻ്റെ മക്കള്. ദുഷ്ടാത്മാവിനെ നയിക്കപ്പെട്ടാൽ നമ്മൾ ആരായി മാറും? ദുഷ്ടൻ്റെ സന്തതികൾ, അല്ലേ? അപ്പം നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറുമ്പോൾ നമ്മൾക്ക് ലഭിക്കണ എന്താണെന്നറിയാവോ? വിശ്വസ്തതയെന്ന സംഭവമുണ്ട്. അതാണ് നമ്മളെ നിലനിർത്തുന്നത്. നമ്മളെല്ലാവരും നിർഭാഗ്യവശാൽ എല്ലാവരും വിശ്വാസികളാണ്. എല്ലാവരും വിശ്വാസികളാണ്. എല്ലാവരും ഈ വിഷയം തന്നിരിക്കുന്നത് വിശ്വസ്തരാകാൻ, അടുത്ത അപ്ഗ്രേഡേഷൻ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ജന്മനാ വിശ്വാസികളല്ലേ? ഇല്ലേ? ജന്മനാ വിശ്വാസികളാകുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ കൃപയിൽ വളരത്തില്ല. പരിശുദ്ധാത്മാവിനാലാണ് ഇപ്പം നയിക്കപ്പെടുന്ന ആ ചേച്ചിയുടെ കാര്യങ്ങൾ അനുഭവിച്ചപ്പോഴും നമ്മളതിലൂടെയാണ് ഈശോ നമ്മളെ ഈ വചനത്തിലൂടെ കൊണ്ടുവരുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്, പരിശുദ്ധാത്മാവ് നമ്മൾ താമസമായി കഴിഞ്ഞാൽ, അതായത് ഇടക്കും തിലക്കും വല്ലപ്പോഴും കൂടി പരിശുദ്ധാത്മാവ് വരികയില്ല. പരിശുദ്ധാത്മാവിൻ്റെ വഴിനടത്തൽക്ക് അനപേക്ഷിതമായിട്ട് ജീവിതം സുവിശേഷ വിഹിതമായി ക്രമീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ആത്മാവിൻ്റെ ഫലം എന്താണെന്നറിയാവോ? അത് വിശ്വസ്തതയാണ്. വിശ്വസ്തയെന്ന് പറഞ്ഞ വിശ്വാസമല്ല. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, കൃത്യം മറുപടി പറയണം. സ്വന്തമാണോ വലുത്, ബന്ധമാണോ വലുത്? പറ ഒറ്റ ചോദ്യം, പെട്ടെന്ന് പറയണം. ഒരു ചോദ്യം. എന്താ ചോദ്യം? സ്വന്തമാണോ വലുത്, ബന്ധമാണോ വലുത്? കറക്റ്റ് ചോദ്യമാണ്. സ്വന്തമാണല്ലോ അല്ലേ? ഉറപ്പാണല്ലേ? അപ്പം ബന്ധത്തിനൊരു വിലയുമില്ല. സ്വന്തം ആ ബന്ധുക്കാരുണ്ടാന്ന് നോക്കി വെക്കണം. അതായത് ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ മനസ്സിൽ വല്ലാതെ എന്നെ പരിശുദ്ധാത്മാവ് ഹോണ്ട് ചെയ്ത ഒരു വിഷയമാണ് സ്വന്തവും ബന്ധവും. ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കാണ്. അതായത് ബൈബിൾ ഉപയോഗിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ സ്വന്തവും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും. ഒന്ന് പറഞ്ഞേ. സ്വന്തവും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും. അപ്പോൾ എല്ലാ വിശ്വാസികളെയുമാണ് അങ്ങനെ പറയണത്. മനസ്സിലായില്ലേ? എല്ലാ വിശ്വാസികളും പൊതുവായി പറയുന്നത് എന്താണ്? സ്വന്തമെന്നാണ് പറയണത്. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം എന്നാൽ സ്വന്തമാണോ വലുത്, ബന്ധമാണോ വലുത് എന്നല്ലേ ചോദിച്ചത്, അല്ലേ? ഇപ്പോൾ ഒരു വിഷയം വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമാകുന്ന ആൾക്കാർ പിന്നെ വളരണ ആത്മീയ നിലവാരമാണ് ബന്ധം. ഈ സ്വന്തപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് വിശ്വാസമാണ്. സ്വന്തപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് എന്താണ്? വിശ്വാസം. അതാണ് റോമ 1:6. യേശുക്രിസ്തുവിൻ്റെ വിശ്വാസികൾ, യേശുക്രിസ്തു സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവർ. പക്ഷെ സ്വന്തമാകുന്ന എല്ലാവർക്കും ബന്ധമുണ്ടാവണം നിർബന്ധമുണ്ടോ? ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ. ഓരോ കല്യാണ വീട്ടിലൊക്കെ ഞാൻ പോണതാണേ, ഞാൻ ചോദിക്കും അതാരാണെന്ന് ചോദിക്കുമ്പോഴേ ബന്ധുക്കൾ 4 ബന്ധുക്കൾ കഴിഞ്ഞാൽ പിന്നെ പറയണത് ബന്ധുക്കൾ. നമ്മൾ കല്യാണ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെല്ലത്തില്ലേ? പ്രേക്ഷിതരുടെയൊക്കെ വീട്ടിൽ ഞാൻ ചെല്ലും.
അത്യാവശ്യം സമയം ഉണ്ടാകത്തില്ല എങ്കിലും ഇടിച്ചല്ലി എവിടെയെങ്കിലും ഒരു തല പോയി കാണിക്കും, അവരുടെ വീട്ടിൽ 5 മിനിറ്റ് പോയി പ്രാർത്ഥിച്ചിട്ട് പോരും. അപ്പോൾ ചില സമയത്ത് ഞാൻ ചോദിക്കും ആരാണത്, അപ്പോൾ ഇവരുടെ അടുത്ത് വരികയില്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാൻ ചോദിക്കും ആരാണ് എന്നുവെച്ചാൽ പെണ്ണിൻ്റെ ആരാണ് ചെറുക്കൻ്റെ ആരാണ് ചോദിക്കണേ. അപ്പോൾ കൊച്ചാപ്പൻ്റെ മകളാണ്, അല്ലെങ്കിൽ ആൻറ്റിയുടെ മകനാണെന്നൊക്കെ പറയുമ്പോഴും പിന്നെ നമുക്ക് പറഞ്ഞാൽ ആൻറ്റിയുടെയും ഇളയപ്പൻ്റെയും കൊച്ചാപ്പൻ്റെയും മക്കളല്ലാത്ത വേറെ കുറേ ആൾക്കാർ അവിടെ കാണും. ഇവരാരാണ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണെന്ന് പറയും, ഇല്ലേ? അപ്പോഴെന്താ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ബന്ധുക്കളുണ്ടാവും, നമുക്ക് സ്വന്തപ്പെട്ടവരുണ്ടാവും, അതുപോലെ തന്നെ ബന്ധമുള്ളവരും ഉണ്ടാവും. എങ്ങനെയുള്ള ജന്മന പാരമ്പര്യമായിട്ട് രക്തബന്ധമല്ലാത്ത ബന്ധമുള്ളവരും നമുക്ക് ഉണ്ടാകും. കാരണം നമ്മളുടെ ഇങ്ങനെ ചക്കരയും പിരിയും പോലെ ജീവിക്കുന്ന ആൾക്കാരില്ലേ, നമ്മുടെ സ്വന്തപ്പെട്ടവരെല്ലാം അന്യനാട്ടിലാണ്, നമ്മുടെ കൂടെ ജീവിക്കുന്നത് ആരാ? ചിലപ്പോൾ അടുത്തുള്ള ഫ്രണ്ട്സും അതെന്നെ ചിലപ്പോൾ അന്യമതസ്ഥരും ആയിരിക്കും, അല്ലേ? ചിലപ്പോൾ അവരായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അപ്പോൾ അവരെ മറന്ന് നമ്മളൊന്നും ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അത്രയും ബന്ധമായിരിക്കും നമ്മൾ അവരോട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരു ബന്ധമാണ്. ഇനി സ്വന്തപ്പെട്ടവർ തന്നെ എല്ലാ സ്വന്തപ്പെട്ടവരോടും നമുക്ക് ഒരുതരം ഒരേ ബന്ധമാണോ? അല്ല, പലതരം ബന്ധമാണ്. സ്വന്തപ്പെട്ടവരെല്ലാം പലരോടും പലതരം ബന്ധമല്ലേ? അപ്പോൾ സ്വന്തമായിരിക്കുകയും ബന്ധം വർദ്ധിപ്പിക്കുകയും ചെയ്യാനാണ് ബന്ധത്തിൻ്റെ ഒരു സത്യാവസ്ഥ. ഈശോയിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയാണ്. ഈശോ ദൈവവുമായിട്ടുള്ള സ്വന്തം വിശ്വാസത്തിൽ നടക്കും, പക്ഷെ ബന്ധം എങ്ങനെ നടക്കും? അതാണ് പ്രശ്നം. ഞാൻ മനുഷ്യൻ്റെ കാര്യമല്ലേ പറഞ്ഞത്, മനുഷ്യൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. മനുഷ്യൻ്റെ കാര്യം പറയേണ്ട കാര്യം എനിക്കില്ല, ഉണ്ടോ? ഞാനിവിടെ ഈ സ്വന്തം ബന്ധം ഉദ്ദേശിച്ചാൽ ഞാൻ ഈശോയുമായിട്ട് ഉദ്ദേശിച്ചാൽ ഞാൻ സംസാരിച്ചത്. ഈശോയുമായിട്ട് നമുക്ക് സ്വന്തമാകണത് ഈശോ ഏകരക്ഷകനാണെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ്. പക്ഷേ ബന്ധമാകണത് എപ്പോഴാണ്? ഈശോ നമ്മൾ ജ്ഞാനസ്ഥാനത്തിൽ ഈശോയുടെ സ്വന്തമല്ലേ നമ്മളെ? ജീവിതത്തിൽ ചിലപ്പോൾ ഈശോയുടെ സ്വന്തമാണെങ്കിലും ചില ബന്ധം ഉണ്ടായില്ലെന്ന് വരും. ഉണ്ടാകത്തില്ല. ഈശോയുടെ ബന്ധമുള്ളത് എപ്പോഴാണ്? വെളിപാടിന പുസ്തകം നല്ല ശക്തമായി പറയുന്നുണ്ട് എപ്പോഴാണ് ബന്ധമുള്ളതെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഗാമിലെ സഭയ്ക്ക് ലേഖനങ്ങൾ എഴുതുമ്പോൾ യോഹന്നാൻ ശ്ലീഹ പറയും, വെളിപാട് 2:13 എൻ്റെ വിശ്വസ്തദാസനായ ഒന്ന് ശ്രദ്ധിച്ച മക്കളെ, എൻ്റെ വചനത്തിന് ഓർമ്മയെന്ന് ഞാൻ പറയണതാണ്. പെർഗാമിലെ സഭയ്ക്ക് എഴുതുന്ന വെളിപാടുകളാണ്. എൻ്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് വധിക്കപ്പെട്ട നാളുകളിൽ പോലും എന്നിലുള്ള നിൻ്റെ വിശ്വാസം നീ കൈവിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ വിശ്വസ്തദാസനായ അന്തിപ്പാസ് വധിക്കപ്പെട്ട അതേ കൊടിയ പീഡനങ്ങളുടെ കാലത്ത് കൈവിടുന്ന വിശ്വാസമുണ്ട്, കൈവിടാത്ത വിശ്വാസമുണ്ട്. വെളിപാടിന പുസ്തകം എന്താ പറയണത്? എൻ്റെ വിശ്വസ്തദാസനായ അന്തിപ്പാസ് കൊല ചെയ്യപ്പെട്ട കാലങ്ങളിൽ പോലും നിനക്ക് എന്നോടുണ്ടായിരുന്ന വിശ്വാസം നീ കൈവിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? കൈവിടുന്ന വിശ്വാസമുണ്ട്, കൈവിടാത്ത വിശ്വാസമുണ്ട്. കൈവിടുന്ന വിശ്വാസത്തിൽ, സാധാരണ വിശ്വാസത്തിൽ ചിലപ്പോൾ നമ്മൾ സ്വന്തമാകും. പക്ഷെ ബന്ധമെന്ന് പറയുന്നത് കൈവിടാത്ത വിശ്വാസമാണ്. കൈവിടാത്ത വിശ്വാസത്തിൻ്റെ പേരുണ്ട്. എന്താണത്? വിശ്വസ്തത. കൈയടിച്ച് കർത്താൻ ചോദിക്കുക, നിങ്ങൾക്കുള്ള വിശ്വാസം കൈവിടുന്ന വിശ്വാസമാണെങ്കിൽ അത് പാരമ്പര്യ വിശ്വാസവും അതേസമയം കേവല വിശ്വാസവുമാണ്. കൈവിടാത്ത വിശ്വാസമുണ്ട്. എൻ്റെ വിശ്വസ്തദാസനായ അന്തിപ്പാസ് കൊല ചെയ്യപ്പെട്ട പീഡനങ്ങളുടെ കാലത്ത് പോലും എന്നിലുള്ള വിശ്വാസം നീ കൈവിട്ടില്ലെന്ന് പെർഗാമിലെ സഭയ്ക്ക് പറയുമ്പോൾ, പെർഗാമിലെ സഭയ്ക്ക് ദൈവത്തോടുണ്ടായിരുന്നത് വിശ്വസ്തതയാണ്. നിനക്ക് സാമ്പത്തിക തകർച്ച ഉണ്ടായാലും നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ കുടിയനായ ഭർത്താവിൻ്റെ കുടിമാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നു. പ്രാർത്ഥന കഴിയുമ്പോൾ അവൻ പിന്നെ അടിയും തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇനി എന്തിനാ ഉടമ്പടി ചെയ്തിട്ട് എനിക്ക് അടിയാണല്ലോ കിട്ടിയെന്ന് പറയുമ്പോൾ നീ ഉടമ്പടി പത്രം മടക്കുമ്പോൾ നീ സാധാരണ വിശ്വാസിയായി മാറി. അതുകൊണ്ടാണ് 2:13 വെളിപാടിൻ്റെ പുസ്തകം പറയണത്,
എൻ്റെ വിശ്വസ്തദാസനായ അന്തിപ്പാസ് കൊല ചെയ്യപ്പെട്ട കാലങ്ങൾ, അതുപോലെയുള്ള പീഡനങ്ങളുടെയും സങ്കടങ്ങളുടെയും കാര്യങ്ങൾ നിനക്കുണ്ടാകുന്ന ദൈവവേദനയെ, അപ്പോഴും എന്നോടുള്ള വിശ്വാസം നീ കൈവിട്ടില്ലെങ്കിൽ നീ വിശ്വാസിയല്ല, നീ സ്വന്തമല്ല, നീ സ്വന്തത്തെക്കാൾ ഉപരി വിശ്വസ്തദാസനായ അന്തിപ്പാസിനെ പോലെയുള്ള നീ എൻ്റെ സ്വന്തമല്ല, അതിനേക്കാൾ വലിയ ബന്ധമാണെന്ന് കൈയടിച്ച് കർത്താൻ. നമ്മൾ ഇപ്പോൾ ഈ കുടുംബജീവിതത്തിൽ ദമ്പതി കൂട്ടായ്മയാണല്ലേ. ദമ്പതി കൂട്ടായ്മ പോലെ ഏറ്റവും നല്ല അനുഗ്രഹത്തിൻ്റെ കൂട്ടായ്മ ഉണ്ടാകത്തില്ല. കാര്യം ദമ്പതി കൂട്ടായ്മ തുടരുകയാണല്ല, നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴും ദമ്പതി കൂട്ടായ്മ തന്നെയാണ്. ഭാര്യയും ഭർത്താവും ദൈവവും ഉണ്ടെങ്കിൽ ദമ്പതി കൂട്ടായ്മയായില്ലേ, ഇല്ലേ? അത് തുടരുകയല്ലേ. തുടരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ അച്ഛൻ 2 വാക്ക് പറഞ്ഞായിരുന്നു. ഒന്ന് സ്വന്തം, വിശ്വാസികൾ സ്വന്തം, വിശ്വസ്തമുള്ളവർ ബന്ധം, അല്ലേ? അതുപോലെ തന്നെ ഒരു മറച്ചിൽ വീടുകളിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് ഔട്ട്ഡോറും ഇൻഡോറുമായിട്ടുള്ള പ്രോജക്റ്റുകൾ വരും. ദമ്പതികൾ സൂക്ഷിച്ച് ചെയ്താൽ മതി. ഔട്ട്ഡോർ പ്രോജക്റ്റും ഉണ്ട്, ഇൻഡോർ പ്രോജക്റ്റും ഉണ്ട്. ഇൻഡോർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വീടിനുള്ളിലുണ്ടാകുന്ന പദ്ധതികൾ. ഇതിന് ഭയങ്കര മാർജിനാണ്. ദമ്പതി കൂട്ടായ്മയുടെ സഹോദരങ്ങളോട് എന്ത് സംസാരിക്കണമെന്ന് ഞാൻ 3-4 ദിവസമായിട്ട് ഈശോനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ പ്രാർത്ഥിക്കുക. ഇന്നലെയൊക്കെ ഞാൻ കർത്താവിൻ്റെ ആൾത്താരയിൽ നിന്ന് എൻ്റെ പള്ളിത്തോടുള്ള പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മാറിയിട്ടില്ല. രാത്രി 10 മണി വരെ വന്നും പോയി എൻ്റെ മുറി വരും, കുറച്ച് നേരം ഇരിക്കും, പ്രാർത്ഥിക്കും, പിന്നെ ആൾത്താരെ പോകും. എനിക്ക് പള്ളി തുറന്ന ആൾത്താരെ പോകണം. എന്നാലും ആൾത്താരെ പോയി പിന്നെയും കുറച്ച് നേരം മുട്ട നിൽക്കും. എന്തിനാണെന്ന് അറിയാമോ? ഈ കൂട്ടായ്മ ഉള്ളതുകൊണ്ട് കർത്താവിന് മാത്രം സംസാരിക്കേണ്ട വിഷയങ്ങളുണ്ടാകും. അപ്പോൾ എപ്പോഴെങ്കിലും അവിടെ കർത്താവിനെ ഓർപ്പിച്ച് തരണവരെ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നും പോയി നിൽക്കും. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണെന്നറിയാമോ? ഇന്നലെ 2 സഹോദരങ്ങൾ എന്നെ കാണാൻ വന്നിരുന്നു. ഞാനതിനെക്കുറിച്ച് പറയണില്ല. അവർ രണ്ടും പെൺകുട്ടികളാണ്, സഹോദരികളാണ്. അപ്പം അവർ പോകാൻ നേരത്ത്, അവർ രാവിലെ പ്രാർത്ഥന കഴിഞ്ഞ് പോകാൻ നേരത്ത് ഞാൻ പറഞ്ഞു, മക്കളെ വിശ്വസ്തരായിരിക്കണമെന്ന് പറഞ്ഞു. മക്കളെ വിശ്വസ്തരായിരിക്കണം എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? ആരുടെ വിശ്വസ്തരായിരിക്കണം എന്നാണ്. അവർ രണ്ടും കല്യാണം കഴിക്കാത്ത ആൾക്കാരാണ്, പിന്നെ ആരുടെ വിശ്വസ്ത കാണിക്കാനാ? കർത്താവിനോട് വിശ്വസ്തതയുള്ളവരായിരിക്കണം. അപ്പോഴതിൻ്റെ മൂത്തവൾ എന്നെ നോക്കി നിലവണ്ണം ഞാൻ പറഞ്ഞു, നിന്നോട് കർത്താവിനെ സംസാരിക്കും. എന്താ കാര്യം? നീ നിൻ്റെ പപ്പായുമായി രമ്യപ്പെടണം. പപ്പായിൽ നിന്ന് നിനക്ക് കുറേയധികം ബുദ്ധിമുട്ടുകളാണ് കേട്ടണത്. കാര്യം വെച്ചാൽ പപ്പ ഇവർ സ്വന്തം നിലയ്ക്ക് പഠിച്ചു വന്നവർ, ആങ്ങളമാരില്ല, സ്വന്തം നിലക്ക് പഠിച്ചു വന്ന ആൾക്കാരാണ്. അവർ പഠിച്ച് രാത്രിയും പകലും കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് അവസാനം അവർ ഒക്കെ അവരുടെ രീതി പഠിച്ച് അവർ വലുതായി. അവർക്കൊക്കെ ഉദ്യോഗം കിട്ടുന്നതും ഇനി ഒരാളിനെ കിട്ടി, ഒരാളെ കിട്ടും ഉടനെ. എങ്കിലും ഈ അപ്പ ഇവരെ ഒന്നും തിരക്കണില്ല. അപ്പ വീട്ടിലുണ്ട്, പക്ഷെ അന്വേഷിക്കത്തില്ല. അവരെങ്ങനെ വളർന്നെന്ന് പോലും ഇല്ല. ഇപ്പോഴും അവരിൽ നിന്ന് കിട്ടുന്ന പണത്തിന് മാത്രമേ അപ്പായിക്ക് നോട്ടമുള്ളൂ. അവർക്ക് ബാങ്ക് ലോൺ, രണ്ടുപേരും ബാങ്ക് ലോൺ എടുത്ത് പഠിച്ചതാണ്. അപ്പോൾ ബാങ്ക് ലോൺ അവർക്ക് അത് ചേടത്തിക്ക് കിട്ടിക്കുന്ന ജോലി കൊണ്ട് ചേടത്തിയുടെ ബാങ്ക് ലോൺ അടക്കുന്നുണ്ട്, അനിയത്തിൻ്റെ ബാങ്ക് ലോൺ അടക്കുന്നുണ്ട്. എന്നിട്ട് വീട്ടിലെ കാര്യം അത്യാവശ്യം നോക്കുന്നുണ്ട്. എന്നിട്ടും ഇവർക്ക് സൗകര്യം കൊടുക്കണില്ല. ആ മനുഷ്യൻ ഉറക്കണമില്ല, വെള്ളം അടിച്ച് വീലായി കറങ്ങി തിരി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാനിങ്ങനെ ഇവിടെ പോകാൻ നേരത്തെ ഞാൻ പറഞ്ഞു, എൻ്റെ മകളെ പപ്പ എന്ന് പറഞ്ഞ സംഭവം ചത്ത് കിട്ടിയാൽ കൊള്ളാമെന്ന് നിൻ്റെ മനസ്സ് പറയണ്ടേ? അപ്പോൾ അവൾ എന്നെ നോക്കി ശരിക്കും. അങ്ങനെ പറയണില്ലെങ്കിൽ പോലും സങ്കടങ്ങൾ കൊണ്ട് ചില സമയത്ത് ഓർത്തു പോയിട്ടുണ്ട്. കാര്യം അപ്പനില്ലെങ്കിൽ പിന്നെ ഇല്ലെന്നേ പറഞ്ഞാൽ മതി. ഉണ്ടായിട്ട് ഇതാണ് ഈ മക്കൾ ഇല്ലാത്തവരെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അവർക്ക് സങ്കടമൊന്നുമില്ല. കാര്യം മക്കളുള്ള ആൾക്കാരും മക്കളെ കൊന്നു തരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന കാലമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഉള്ളതാണോ നല്ലത്, ഇല്ലാത്തതാണോ നല്ലത് എനിക്ക് ജോസഫത്തിന് ഇന്നും അറിയാൻ പാടില്ല. കാര്യം അത്ര ഞാൻ ഈ മക്കളെ കൊണ്ട് അനുഭവിക്കണ വേദമാതൊക്കെ കണ്ട് ഞാൻ അത്രയും മനസ്സ് വെന്ത് നടക്കുന്ന ആളാണ്. മക്കളെ കൊണ്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും ചവപ്പെട്ടെങ്കിലും മേടിച്ചു കൊടുക്കും, മര്യാദക്ക് അടക്കാനെങ്കിലും പറ്റും. മക്കളുണ്ടെന്നുണ്ടെങ്കിൽ പറയാം മക്കളുണ്ടല്ലോ എന്ന് ചവപ്പെട്ട് പോലും കിട്ടത്തില്ല. അവസാനം മേടിക്കത്തുമില്ല, വേറെ ആരും കൊടുക്കാൻ കൊടുക്കത്തുമില്ല. ഇതുപോലെയാണ് കഞ്ഞി കിട്ടുന്ന പരിപാടി, ഇതുപോലെ മരുന്ന് കിട്ടുന്ന പരിപാടി. അപ്പം അതൊന്ന് എൻ്റെ മക്കൾ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കറിയാവോ, എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ മാത്രമേ വിശ്വസിക്കാവൂ. അർത്ഥം മനസ്സിലാകുന്നുണ്ടാ? ഇത്തിരി പാടെടുക്കുക ഇത് മനസ്സിലാകാൻ. എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ മാത്രമേ വിശ്വസിക്കാവൂ.
അപ്പോൾ നിങ്ങൾ പറയും അച്ഛൻ പറഞ്ഞ പോലെ അല്ലേ എൻ്റെ മകനെന്ന് പറഞ്ഞ കൊള്ളാം, എൻ്റെ മകൻ എന്നെ പൊന്നുപോലെയാണ് ഇപ്പം നോക്കണം. അവൻ കല്യാണം കഴിച്ച അവന് മക്കളുമായി, എനിക്ക് പെരകടാവായി, എന്നിട്ടും എന്നെ പൊന്നുപോലെ നോക്കണം എന്ന് പറഞ്ഞ്. ഒരു കുഴപ്പമില്ല, ശരിയാണ്. പക്ഷെ ഒരു കുഴപ്പം അതിൻ്റെ തൊണ്ടേ, നമ്മൾ ആരെങ്കിലും സന്ധിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്താൽ അതിൽ കുറച്ച് മാത്രമേ നമ്മൾ ദൈവത്തെ ആശ്രയിക്കത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഈ ജീവിതത്തിന് മെച്ചമാണത്, പക്ഷെ വരാനിരിക്കുന്ന ജീവിതത്തിന് മെച്ചമല്ല. നിന്നെ സന്ധിക്കുന്ന ബന്ധുക്കളെ, സ്വന്തപ്പെട്ടവരെ, നിൻ്റെ സാമ്പത്തിക സുസ്ഥിതി, അല്ലെങ്കിൽ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടി, നിൻ്റെ ഫിസിക്കാലിറ്റിയെ ഏതെങ്കിലും രീതിയിലൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരുണ്ടല്ലോ, ആധ്യാത്മികമായി നമുക്ക് ബാധ്യതയാണ്. എന്താ കാര്യം? അവർ നടക്കുന്ന സന്ധിപ്പിനേക്കാൾ കുറവ് മാത്രമേ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കത്തുള്ളൂ. അഥവാ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതില്ലാത്തവളെ പോലെ കർത്താവേ നീ മാത്രമേ എനിക്ക് ഉള്ളൂ എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരും. പക്ഷെ പ്രശ്നം തീരണില്ലല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മക്കളുടെ കാര്യത്തിന് വേണ്ടി, അതുപോലെ പെരകിടാങ്ങളുടെ കാര്യത്തിന് വേണ്ടി എത്രയോ പ്രാവശ്യമാണ് നീ ദൈവത്തെ, നിൻ്റെ ഞായറാഴ്ച കുർബാന പോലും മുടങ്ങിയിരിക്കണത്, നിൻ്റെ കുടുംബ പ്രാർത്ഥന മുടങ്ങിയിരിക്കണത്. നീ എത്രയോ പ്രാവശ്യം കർത്താവിനെ പറഞ്ഞ, കർത്താവേ എൻ്റെ മക്കളെക്കാളും നിന്നേക്കാളും എനിക്ക് പ്രധാനപ്പെട്ടത് എൻ്റെ ഭർത്താവാണ്. നീ എത്രയോ പ്രാവശ്യം ദൈവത്തോട് പറഞ്ഞിരിക്കണത്, നിന്നേക്കാളും എനിക്ക് പ്രധാനപ്പെട്ടത് എൻ്റെ മക്കളാണ്. നീ എത്രയോ പ്രാവശ്യം ദൈവത്തോട് പറഞ്ഞിരിക്കണത്, നിന്നേക്കാളും ദൈവമേ എനിക്ക് പ്രധാനപ്പെട്ടത് എൻ്റെ പെരക്കിടാങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ലേ? മനസ്സിനോട് ചോദിച്ചു നോക്ക്. അങ്ങനെ വരുമ്പോഴതൊക്കെ സ്വന്തം മാത്രമാണ്, ബന്ധമല്ല. ബന്ധമെന്ന് പറയണത് കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കണതാണ്. കൈ അടിച്ച് കർത്താൻ ചില ആൾക്കാർ ചോദിക്കത്തില്ലേ, അച്ഛാ തൊണ്ട പഴുത്ത എന്നാ കാണിക്കാനാണ്? തൊണ്ട പഴുത്ത് പോയാൽ വിഴുങ്ങാനല്ലാതെ പറ്റുമോ എന്ന് അല്ലേ? അപ്പോൾ ഇതുപോലെ ഇതിനാണ് ഈ ഡൊമസ്റ്റിക് പ്രോജക്റ്റ് എന്ന്, ഇൻഡോർ പ്രോജക്റ്റ് എന്ന് പറയണത്. അതായത് വീടിൻ്റെ അകത്തുള്ള പ്രോജക്റ്റ്. ഇപ്പോൾ ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കണത് എന്താ? പപ്പായെ കൊണ്ട് മാക്സിമം അനുഭവിക്കണത് നിങ്ങളെ. പപ്പ ഇന്നെങ്കിലും, അതായത് അതുങ്ങൾ കല്യാണം കഴിച്ച് പോകുമ്പോൾ അങ്ങ് സ്വർഗം കിട്ടിയ പോലെ ആവും. കാര്യം അവർക്കറിയാം ഈ ഭൂമിയിലുള്ള ഏത് ചെറുപ്പക്കാരനെ കല്യാണം കഴിച്ചാലും ഇതിനേക്കാളും മെച്ചമായിരിക്കുമെന്ന്. അവരത്രയും വിഷമം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു കൊടുക്കണത്, മകളെ ഇതൊരു വലിയ പ്രോജക്റ്റാണ്, നല്ല മാർജിൻ കിട്ടുന്ന പ്രോജക്റ്റാണ്. കാര്യം നമ്മൾ ഈ ഡൊമസ്റ്റിക് പ്രോജക്റ്റുകൾ, അതായത് ഇൻഡോർ പ്രോജക്റ്റുകൾ, വീടിൻ്റെ അകത്തുണ്ടാകുന്ന പ്രോജക്റ്റില്ലേ. ഇപ്പം അമ്മായി അമ്മയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം മകന് മക്കളില്ലാതെ വന്നപ്പോൾ ഉടനെ അമ്മായിയമ്മ പറഞ്ഞ് എൻ്റെ മകന് കുഴപ്പമൊന്നുമില്ല, നിൻ്റെ കുഴപ്പമാണെന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താ? എൻ്റെ മകന് കുഴപ്പമൊന്നുമില്ല, നിൻ്റെ കുഴപ്പമാണെന്നാണ് ഇപ്പോൾ അമ്മായിയമ്മ പറയണത്. അവൾക്കറിയാം അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണ്. ഈ മനുഷ്യനാണെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ കൂടെ വരത്തില്ല. എന്നിട്ട് കിട്ടിയ അവസരത്തിൽ അമ്മായിയമ്മ എടുത്ത് ബന്ധുക്കളെ സ്വന്തപ്പെട്ടപ്പോൾ ദേ മച്ചിയാന്ന്. അപ്പോൾ നമ്മളെ സമയത്ത് നമുക്കൊരു കുഴപ്പമില്ല. അപ്പം അവൾക്കൊരു ബോധം എന്താണ്, അങ്ങനെയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ആണെങ്കിലും ശരി മക്കളുണ്ടാക്കിയിട്ട് കാര്യമാണ്. അല്ല, ഈ ഓരോ മനുഷ്യൻ കൊണ്ട് പാപം ചെയ്യിക്കണത് ആരാ? ഈ വീടിരിക്കണ പോലെ ഇതുപോലെ വിശ്വാസികളാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്തെന്ന് പറയില്ല, അങ്ങനെ ചെയ്ത ആൾക്കാരെ എനിക്കറിയാം. കാര്യം മടുത്തിട്ടാ മനുഷ്യൻ. പക്ഷെ അവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവിടെ ദൈവത്തോടുള്ള വിശ്വസ്ത പോയി. അപ്പം തന്നെ അമ്മായിയമ്മ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി. എന്ത് പ്രശ്നം ഉണ്ടാക്കി? ഇവിടെ മച്ചിയാണ്, അവൾക്കറിയാം അവൾക്ക് കുഴപ്പമൊന്നുമില്ലെന്നറിയാം. പക്ഷേ അമ്മയുടെ അനിയത്തിനെയും ചേട്ടത്തിൻ്റെ മക്കളെല്ലാം കൂടെ ഒരു മച്ചിനെ കടിക്കൊണ്ടുണ്ട്. കേട്ടപ്പോൾ തന്നെ അവർക്ക് പറഞ്ഞു, ഇതിനെ ചവിട്ടി കൂട്ടാൻ പറ്റുമോ? അവർ 5-10 മക്കളാണ്, അവർ കൈ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കിടന്ന് ഞെരുങ്ങിയാണ്. പിന്നെ അവർക്കൊട്ടൊരു പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഇസഡിൻ്റെ പണി കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാർ ഇസഡിൻ്റെ പണി കൊടുക്കും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് അറിയാമോ? കർത്താവിൻ്റെ അടുത്ത് പിന്നെ ഒരിക്കലും നിൽക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഈശോയുമായിട്ട് നമ്മൾ സൂക്ഷിക്കണമെന്ന് അറിയാമോ? ഈശോയുമായിട്ട് 60 കൊല്ലം ജീവിച്ചാൽ പറ്റത്തില്ല. നമുക്ക് അനന്തക്കോടി കൊല്ലം കിടക്കുന്ന കാരണം സൂക്ഷിച്ച് വേണം കർത്താവിൻ്റെ അടുത്ത് നിൽക്കാൻ. അല്ല അമ്മായിയമ്മ ജയിക്കാൻ വേണ്ടിയാ, ഭർത്താവിന് ജയിക്കാൻ വേണ്ടിയാ മണ്ടത്തരങ്ങളൊന്നും കാണിച്ചു കൂട്ടിയേക്കരുത്. കാര്യം ദൈവം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മുടെ റൈറ്റ് സെൽഫ് നമുക്ക് കർത്താവിന് മുമ്പ് പറയാൻ പറ്റാതെ വരും. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അത് ഇങ്ങനെ ഒരു ഇത് നമുക്കൊരു ക്ലേശകാലമാണ്. എൻ്റെ വിശ്വസ്ത ദാസനെ അന്തിപ്പാസ് കൊല ചെയ്യപ്പെട്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോഴും നീ എന്നോടൊരു വിശ്വാസം കളയാതെ വിശ്വസ്തയായി നിന്നെന്ന് പറഞ്ഞില്ലേ? ദൈവ പൈതലേ,
നിന്റെ വീട്ടിൽ തന്നെയായിരിക്കും നിന്റെ ശത്രു വന്ന് നിന്റെ ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, കൈ അടിച്ച് കർത്താൻ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ എന്താണ് അവളുടെ ടെസ്റ്റ് കഴിഞ്ഞ് അവളത് ഈ അമ്മായിയമ്മ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയ കാരണം അവൾ ഇന്ന് കിട്ടാവുന്ന എല്ലാ ജനറ്റിക് ടെസ്റ്റും ചെയ്തിരിക്കുകയാണ്. അവൾക്ക് നല്ല സർട്ടിഫിക്കറ്റ് ഉണ്ട്, അവൾക്കൊരു കുഴപ്പമില്ല, അവർക്ക് എപ്പോൾ വേണമെങ്കിലും മക്കളുണ്ടാവും. അപ്പോൾ അമ്മായിയമ്മ ഇത് വാദി പ്രതിയായി. ഇപ്പം എന്താ അമ്മായിയമ്മ എന്താ പറയണത്? അതെ, ചിലപ്പോൾ എന്തിനും കുഴപ്പം മകനും ഉണ്ടാകും, പക്ഷെ ചികിത്സയുടെ ചുമതല നിൻ്റെതാ. കാര്യം പിന്നെ പറഞ്ഞിട്ടില്ലേ, എന്തെങ്കിലും ചിലപ്പോൾ മകന് കുഴപ്പം ഉണ്ടാകും, നിങ്ങൾക്കല്ലേ മക്കൾ വേണ്ടത്, നിങ്ങൾക്ക് കണ്ണടഞ്ഞു പോകല്ലേ. അപ്പോൾ ഇപ്പോൾ ചികിത്സയുടെ ചുമതല ആരുടെതാണ്? നിൻ്റെതാണ്. ഇപ്പോൾ IVF എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു സ്ത്രീധനത്തിൻ്റെ കാര്യം മൊത്തം വരും. ഇപ്പം അമ്മയമ്മ അതാ പറയണത്. എന്താ പറയണത്? നീ പോയി IVF ചെയ്യും. അത് 4 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ 5-6 ലക്ഷം രൂപയാകും. അത് എവിടെ നിന്നുണ്ടാക്കും? നീ കൊണ്ടുവന്ന പൊന്നെടുത്ത് കൊടുത്തിട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അവരുടെ മകന് കുഴപ്പമുണ്ടാക്കിയിട്ട് ഇവളുടെ പൊന്നെടുക്കണം. ഇതെങ്ങനെ IVF ശരിയായില്ല എന്നുണ്ടെങ്കിൽ ആ പൊന്നും പോയി സാധനത്തെ ചവിട്ടിപ്പുറത്താക്കും. അമ്മായിയമ്മ കളിക്കണ്ടില്ലേ? ഇതാണ് ദുഷ്ട സ്ത്രീകളെന്ന് പറയണത്. പറഞ്ഞ് മനസ്സിലായ? അതായത് മകന് പിള്ളേരുണ്ടാകത്തില്ലെന്ന് കൃത്യമായിട്ട് അമ്മയ്ക്കറിയാവുന്നതുകൊണ്ട് കിട്ടിയ അവസരത്തിന് മരുമകളുടെ പൊന്ന് മുഴുവൻ വിറ്റ് തുലച്ച് അവളെ 0 ആക്കി മാറ്റിയിട്ട് നശിപ്പിച്ച് കളയുക. കൊല്ലാനും നശിപ്പിക്കാനും കള്ളം വന്ന് ഈ പണ്ടാരം വന്ന് ഉടമ്പടി ചെയ്ത് എങ്ങനെ ഇരിക്കും? ഒലക്കപ്പിണ്ടാക്കാവും. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ദൈവാരൂപി നിലനിൽക്കാൻ വേണ്ടി ഒന്ന് പരിശ്രമിച്ചാൽ മതി, അപ്പോൾ ദൈവാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങാം. അപ്പോൾ നിങ്ങൾ എത്രയും വേഗം നിങ്ങൾ ദൈവദൃശ്യത്തിന് ഉടമ്പടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നുണ്ടല്ലോ എൻ്റെ മക്കളെ. ഇന്ന് ഭൂമിയിലെ സഭയിൽ ഇത്രയും ലളിതവും ഇത്രയും ശക്തവും പഴയ നിയമങ്ങളും രക്ഷാകര സംഭവങ്ങളും മനുഷ്യാവതാരങ്ങളും കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും തമ്മിൽ കണക്ട് ചെയ്തിട്ട് സമ്പൂർണ്ണ ബൈബിളിൻ്റെ ആത്മാവ് ഉൾക്കൊള്ളുന്ന അമ്മ മാതാവിൻ്റെ മധ്യസ്ഥമുള്ള ഇതുപോലെ അച്ചിട്ട ഒരു ശുശ്രൂഷയില്ല. എന്താ കാര്യം വെച്ചാൽ ഇത് അതുകൊണ്ട് ഞാൻ ചെയ്യണത്, ഈ ചെയ്യാൻ വരുന്ന ആൾക്കാർ കുറഞ്ഞ പക്ഷം അച്ഛനിലൂടെ ഇപ്പോൾ ഈശോ സംസാരിച്ച് മാറ്റിയ അരൂപി മാറ്റത്തെക്കുറിച്ചൊരു വിവേചനസ് ഉണ്ടാകും. 3 അരൂപി നമുക്കുണ്ട്: ദുഷ്ടാരൂപി, ലോകാരൂപി, പരിശുദ്ധാരൂപി. അപ്പോൾ പരമാവധി പരിശുദ്ധാരൂപിയിൽ തന്നെ ജീവിക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ എന്നൊക്കെ. ഒന്നാമത്തെ എന്ത് സംഭവം? ഇത്രയും ആൾക്കാർ ഈ സാക്ഷ്യം 40 സാക്ഷ്യം 12 സാക്ഷ്യം പിടിച്ചു വെച്ചിരിക്കുകയാണ്, പറഞ്ഞിട്ടില്ല, സമയമില്ലാത്തതുകൊണ്ട് പറയിപ്പിക്കാത്ത 12 ഇനി 100 കണക്ക് സാക്ഷ്യം പിടിച്ചു വെക്കേണ്ടി വരും. ഇതെല്ലാം പറയാൻ നമുക്ക് സമയമില്ല ഇവിടെ. അല്ലെങ്കിൽ കൂട്ടായ്മ ഒന്നുകൂടി ഇപ്പം തന്നെ ആദ്യ വാചകത്തിലും ആളായിപ്പോൾ. കാര്യം ജനം അത്രയും ഇങ്ങനെ അനുഭവിക്കുകയാണ് ദൈവത്തിൻ്റെ കൃപ അതിശക്തമായ രീതിയിൽ. അമ്മയാണെങ്കിൽ ഒരു കാരണവശാലും ഉടമ്പടി ചെയ്ത ഒരു മകനെ ഒരു മകളെ ഒരിക്കലും തള്ളിക്കളയത്തില്ല. കാര്യം എന്താണ്? അമ്മയുടെ പേരിലാണ് നമ്മൾ ചെയ്യണത്. ഈ ഉടമ്പടിയുടെ പേരിൽ ഒരു സ്വർഗസ്ഥനായത് ഒരു നന്മ നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീലത്തിരി നിൻ്റെ വീട്ടിൽ കത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പച്ചത്തിരി കത്തിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ വീടിന് അമ്മ തള്ളിക്കളയത്തില്ല. കാര്യം അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും എൻ്റെ കുടുംബത്തിലും ഉണ്ടാകാൻ വേണ്ടി 5000 ഒരു കൊല്ലം മുഴുവൻ പ്രാർത്ഥിച്ചപ്പോഴാണ് അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി തന്നിരിക്കുന്ന ഉടമ്പടി പ്രാർത്ഥന. കൈയടിച്ച് കർത്താൻ. അന്ന് പ്രാർത്ഥന ലഭിച്ചപ്പോൾ ജോസഫ് അച്ഛൻ ഒരു പ്രാർത്ഥന ഉണ്ടാക്കി തന്നല്ലോ. അതിൻ്റെ അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാപര പദ്ധതി, അത് പരിശുദ്ധാത്മ തന്ന പ്രാർത്ഥനയാണ്. 5000 പ്രാർത്ഥിച്ചു. ആദ്യത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ അങ്ങനെയല്ലേ കിടക്കണത്? അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാപര പദ്ധതി കൃപാസനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാകാൻ ഇടയാക്കണമേ. നിൽക്കപ്പോൾ കൃപാസനത്തിലുണ്ടായി, നിങ്ങളുടെ കുടുംബത്തിലുണ്ടായി അല്ലേ? ഇപ്പോഴെന്തൊക്കെ വന്നിരിക്കണതാണ് ആ ഉടമ്പടിയിൽ? ഒന്നാമത്തെ കാര്യം എന്താ? 3 പാപങ്ങൾ ഉപേക്ഷിച്ചാൽ മതി. പിന്നെ 2ാമത്തത് ഉപവാസം. 3ാമത്തത് ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ധ്യാനം കൂടണം. 4ാമത്തത് എന്താ? പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം, പത്രം മേടിച്ച് വിതരണം ചെയ്യണം. 5ാമത്തത് എന്താ? 5ാമത്തത് വചന വായന. 6ാമത്തത് എന്താ? കാരുണ്യപ്രവൃത്തി. ഒരു ക്രിസ്ത്യാനി ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ വലിയ കോടികളുടെ നിക്ഷേപമായിട്ട് പോകാൻ പറ്റുന്ന 6 കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇതിൻ്റെ അപ്പുറത്തൊരു ക്രിസ്ത്യാനി ചെയ്യാൻ പറ്റത്തില്ല. സമ്പൂർണ്ണ ബൈബിളിൻ്റെ അരൂപിയാണ് ഇതിൻ്റെ അകത്ത്. അത് ലളിതമായി സുന്ദരമായി ക്രമീകരിച്ചിരിക്കുക. അങ്ങനെ ക്രമീകരിച്ചിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ 6 കൽപ്പരണികൾ 6 ആവശ്യങ്ങൾ അമ്മയുടെ മധ്യസ്ഥയിൽ ഈശോയുടെ മുമ്പിൽ വെക്കണത്. അതുകൊണ്ട് 1 by 1 ആയിട്ട് ഉയർന്ന് ചെയ്ത് അമ്മ മാറ്റിയിട്ടാണ് ആൾക്കാർ വന്ന് സാക്ഷ്യം പറയണത്. അത് ചിലർക്കൊക്കെ 4 നേരത്തെ, ഈ കൊല്ലം വരെ 6 ആയത്. 6 ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഉടമ്പടി പുസ്തകം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. കണ്ടല്ലേ? പുസ്തകം കണ്ടല്ലേ? നിങ്ങളിത് കൊണ്ട് വായിക്കണത്. ഇത് എത്രയോ വർഷങ്ങൾ ദൈവം എന്നോട് സംസാരിച്ച കാര്യങ്ങളാണ് ഞാൻ അടുക്കി പെറുക്കിയിട്ട് എന്താണ് ഉടമ്പടി, എങ്ങനെയാണ് ഉടമ്പടി ചെയ്യേണ്ടത്, ഉടമ്പടി ഓരോ വാക്കിൻ്റെ അർത്ഥം എന്താണ്, ഒലിവെണ്ണ എന്തിനുള്ളതാണ്, അതിൻ്റെ തിരി എന്തിനുള്ളതാണ്,
ആ പച്ചയിടത്തിരിയുടെ പച്ച കളർ എന്താണ്, ഉടമ്പടി പച്ച പേപ്പർ എന്താണ്, നീലത്തിരി എന്താണ്, നീലത്തിരി അർത്ഥം എന്താണ്, എവരിത്തിങ് അതിനോടുള്ള A-Z കാര്യം കൈപ്പുസ്തകമാണ്. ഈ പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ്, ഉടമ്പടി ചെയ്തവർക്കും ലഭ്യമാണ്. അപ്പം എല്ലാ ദിവസവും ഇനി ഉടമ്പടി ചെയ്യുന്നവർക്കെല്ലാം അവിടെ കിറ്റിൽ അവിടെ കൂടുതൽ ഈ പുസ്തകം ഉണ്ടായിരിക്കും. 60 പേജുള്ള ഈ പുസ്തകം ഉണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും A-Z കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ഫലപ്രദമായിട്ടും വിശ്വാസപരമായിട്ടും സുവിശേഷ വിഹിതമായിട്ടും ചെയ്യാൻ പറ്റുന്ന എല്ലാം അടക്കം ചെയ്തിരിക്കുന്നതാണ്. പല കാലങ്ങളിൽ അമ്മ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ക്രോഡീകരിച്ചിരിക്കുന്നതാണ്. ഇത് പുസ്തകം കിട്ടി 20 രൂപ മാത്രമേ വിലയുള്ളൂ. ഉടമ്പടി ചെയ്തു പോയ എല്ലാവർക്കും ഈ പുസ്തകം മേടിക്കാം, ഉടമ്പടി ചെയ്തു പോയ എല്ലാവർക്കും. പക്ഷേ അച്ഛൻ്റെ അഭിപ്രായം ഉടമ്പടി ഒക്ടോബർ ടു ഒക്ടോബറാണ്. ഒക്ടോബർ വരുമ്പോൾ ഉടമ്പടി തീരും. എല്ലാം എഴുതിയിട്ടുണ്ട്, എല്ലാ കൊല്ലവും ഞാൻ പറയുന്നതാണ്. ഉടമ്പടി കാലഘട്ടം എന്ന് പറയുന്നത് അനന്തകാലം പോലും ഉടമ്പടിയൊന്നുമില്ല. ഉടമ്പടി 1 വർഷമേ ഉള്ളൂ. ഒക്ടോബർ മാസത്തിൽ തുടങ്ങിയിട്ട് ഒക്ടോബർ മാസത്തെ അവസാനിക്കും. ആ ഒക്ടോബർ മാസത്തിൽ 6 കാര്യം നമുക്ക് വെക്കാം. അടുത്ത ഒക്ടോബറിനുള്ളിൽ ആ വിഷയത്തിലെല്ലാം തീരുമാനം ഉണ്ടായിരിക്കും. ഇപ്പം ഒക്ടോബറിനുള്ളിലല്ലല്ലോ, 1 മാസം കഴിയുമ്പോൾ തന്നെ വന്ന് സാക്ഷ്യം പറയില്ലേ ആൾക്കാരെ. അത്രയും നല്ല സാക്ഷ്യങ്ങളായിട്ടല്ലേ പോണത്. ഉടമ്പടി ഓരോ അംശവും നീലത്തിരി, പച്ചത്തിരി, പത്രശീകരണ പ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥന. ആ ഉടമ്പടി പ്രാർത്ഥന എന്നതിൻ്റെ ഭാഗമാണ് ഇത്. നമ്മളൊരു വർഷം പ്രാർത്ഥിക്കുമ്പോൾ ആയിരക്കണക്കിന് മനുഷ്യർ മുഴുവനും ഉടമ്പടി ചെയ്ത എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കത്തില്ലേ? വീട്ടിലുള്ള ഉടമ്പടി ചെയ്തവർക്ക് ഇത്രയും പ്രാർത്ഥനയല്ലേ കിട്ടണത്? ഇത്രയും ആൾക്കാരുടെ പ്രാർത്ഥന നിങ്ങളുടെ വീട്ടിലെ കാര്യത്തിന് വേണ്ടി കിട്ടുമ്പോൾ നിങ്ങൾ പ്രാർത്ഥന തളർന്നു പോകും ഓരോ കാര്യത്തിന്. അപ്പോൾ നിങ്ങൾ തളരാതിരിക്കാൻ വേണ്ടി ഈ സമൂഹം മുഴുവനും നിങ്ങളെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈ ആദ്യ ചൊവ്വാഴ്ച, 1-ാം ഞായറാഴ്ച, 3-ാം ചൊവ്വാഴ്ച വന്ന് ബൾക്കായിട്ട് പ്രാർത്ഥിക്കുകയല്ലേ. ഇതുപോലെ സപ്പോർട്ട് ചെയ്യണ ഏത് പ്രാർത്ഥനയുണ്ട്? അതുകൊണ്ടാണ് നിങ്ങൾ മാസത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും വരണമെന്ന് പറയുന്നത്. എല്ലാത്തിനും വരാൻ പറ്റത്തില്ലല്ലോ. എല്ലാത്തിനും വരാൻ പറ്റുന്നവരാണെങ്കിൽ നല്ലതാണ്. പൈസ വേണ്ടേ ഇങ്ങനെ എപ്പോഴും യാത്ര ചെയ്യണമെങ്കിൽ. ഇപ്പോൾ പാവത്തങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് അച്ഛൻ ഒന്നാക്കി കളഞ്ഞിരിക്കുന്നത്. അച്ഛൻ ഒന്നാക്കി കളഞ്ഞിരിക്കുന്ന കാര്യം പാവത്തങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ്. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ 3 പ്രാർത്ഥനയ്ക്ക് വരാൻ പറയാം. അങ്ങനെ ഞാൻ പറയത്തില്ല. പറയാത്ത കാര്യം വണ്ടിക്കാശ് കടം വാങ്ങിച്ച് വരുന്ന ആൾക്കാരുള്ളത് കൊണ്ടാണ് അങ്ങനെ ഞാൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിലേക്ക് നമ്മൾ കുറച്ചുകൂടി ഈ ഉടമ്പടി ചെയ്തിട്ടുള്ള ആൾക്കാരെ കഴിഞ്ഞ ഒക്ടോബർ ആഗസ്റ്റ് മാസം ചെയ്തവർക്ക് പുതുക്കേണ്ട കാര്യമില്ല. 3 മാസം കൂടുമ്പോഴാണ് ഇത് പുതുക്കേണ്ടത്. അപ്പോൾ ആഗസ്റ്റ് മാസം ഉടമ്പടി ചെയ്തവർ വന്നിട്ട് പിന്നീട് പുതിയ ഉടമ്പടി എടുത്താൽ മതി. ഈ നവംബർ മാസം അവസാനമാകുമ്പോൾ ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ കഴിഞ്ഞു. ആഗസ്റ്റ് മാസം ഉടമ്പടി ചെയ്ത ആൾക്കാർക്ക് നവംബറിൽ പുതിയ ഉടമ്പടി എടുക്കേണ്ടതാണ്. അതൊക്കെ മുമ്പ് ചെയ്തതെല്ലാം ഉടമ്പടിയെല്ലാം റദ്ദായിരിക്കുക. അതൊക്കെ നേരത്തെ ഉടമ്പടി ചെയ്തിട്ടില്ലേ? ആ ഉടമ്പടി കാലാവധി എന്ന് പറഞ്ഞാൽ ഒക്ടോബർ ആണല്ലോ. ഒക്ടോബർ ആകുമ്പോൾ തീരും. പിന്നെ ഒക്ടോബറിന് മുമ്പ് 3 മാസം മുമ്പ് എടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. ആഗസ്റ്റ് മാസം എടുത്തിട്ടുള്ള ഉടമ്പടിയല്ല ഈ മാസം പുതുക്കേണ്ടതാണ്. പുതുക്കിയിട്ട് പുതിയ ഉടമ്പടി എന്താ? പുതിയ ഉടമ്പടി മുമ്പത്തേക്കാൾ ഇരട്ടി പവറായിട്ടല്ലേ ആൾക്കാർ ചെയ്യണത്. മുമ്പത്തേക്കാൾ ഇരട്ടി പ്രാർത്ഥന ശക്തിയോടു കൂടിയാണ് ചെയ്യണത്. ഇപ്പം തന്നെ ഇപ്പോൾ ഈ കൃപാസനത്തിൻ്റെ വർഷങ്ങളായിട്ടുള്ള പ്രേക്ഷിതർക്ക് ഉടമ്പടി കൗൺസിലേഴ്സ് ആകാൻ പറ്റും. പക്ഷേ അവർ പുസ്തകം വായിച്ച് പഠിച്ചിട്ട് ഇവർക്ക് ഇതിൻ്റെ റിട്ടേൺ എക്സാമിനേഷനുണ്ട്, ഇതിൻ്റെ വൈവയുണ്ട്, ഓറൽ എക്സാമിനേഷനുണ്ട്. അത് പാസ്സാകാതെ ആരെയും കൗൺസിലിംഗ് ഇരുത്തത്തില്ല. കാര്യം ഇത് ഉടമ്പടി ധ്യാന കേന്ദ്രമായതുകൊണ്ട് ഉടമ്പടിയുമായി ബന്ധപ്പെട്ടാണ് അമ്മ എല്ലാം കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇത് പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കൗൺസിലേഴ്സ് ആകാൻ താല്പര്യമുള്ളവർ വന്നിട്ട് ഓഫീസിൽ നിന്ന് പേരെഴുതി കൊടുത്തിട്ട് പുസ്തകങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകണം. ഉടനെ ഈ മാസം അവസാനം പരീക്ഷയാണ്. ഈ മാസം അവസാനമേ ഉള്ളൂ. അതുവരെ പഠിക്കാനുള്ള സമയമുണ്ട്. എല്ലാ പ്രേക്ഷിതരോടും പറയുകയാണ്, ആർക്കെങ്കിലുമൊക്കെ കൃപാസനോട് ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലൊക്കെ അവർക്ക് എല്ലാ അവസരങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ കർത്താവ് നൽകിയ പാഠങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണ്, അതേസമയം ദൈവത്തിൻ്റെ ബന്ധമാണ്. ബന്ധം തീരുമാനിക്കുന്നത് വിശ്വസ്തത വഴിയാണ്. വിശ്വാസത്തേക്കാൾ വലിയ കാര്യമാണ് വിശ്വസ്തത. വിശ്വസ്തത എന്ന് പറയുന്നത് എന്താണ്? വിശ്വസ്തതയാണ് നമ്മൾ ദൈവത്തോട് ബന്ധപ്പെടുത്തുന്നത്. വിശ്വസ്തത എന്ന് പറയുന്നത് എന്താണ്? സകല കാലങ്ങളിൽ വിശ്വാസം കൈവിടാതെ. നമ്മുടെ വെളിപാടിൻ്റെ പുസ്തകം 2:13 പറഞ്ഞിരിക്കുന്ന പോലെ എൻ്റെ ഉറ്റ വിശ്വസ്തനായ അന്തിപ്പാസ് കൊല ചെയ്യപ്പെട്ട കാലത്ത് പോലും നീ വിശ്വാസം കൈവിട്ടില്ല. സങ്കടകാലങ്ങളിൽ, രോഗകാലങ്ങളിൽ, കടങ്ങളുടെ കാലങ്ങളിൽ വിശ്വാസം കൈവിടാൻ നിൽക്കുന്നവനാണ് വിശ്വസ്തൻ. അവനാണ് ദൈവത്തോട് ബന്ധമുള്ളവൻ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ദൈവത്തോടുള്ള ബന്ധം കാത്തുസൂക്ഷിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുന്നതിനെ ഓർത്ത്, വചനത്താൽ അഭിഷേകം ചെയ്തതിനെ ഓർത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. എല്ലാവരും എഴുന്നേൽക്കുക.
നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലെല്ലാം തൊണ്ടയിൽ മുഴയും തൊണ്ടയിലിങ്ങനെ ഞണ്ടിറക്കി പിടിക്കുന്ന രീതിയിലുള്ള അടയാളങ്ങൾ സ്തുതിപ്പിനിടയ്ക്ക് ഈശോ കാണിക്കുന്നുണ്ടായിരുന്നു. അത് തൊണ്ടയിലുള്ള ക്യാൻസറിനെ ഈശോ സുഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. ദൈവജനങ്ങൾ വെളിപ്പെടുത്തി ഇൻഡോർ ആയിട്ട് വരുന്ന ഭൂമിയെ കുടുംബത്തിനകത്ത് വരുന്ന ക്ലേശങ്ങൾ, ഒഴിവാക്കാൻ പറ്റാത്ത ക്ലേശങ്ങൾ, അപ്പയായാലും ഭർത്താവായാലും ഭാര്യയായാലും ആരായാലും അമ്മായി അമ്മയും മരുമകളായാലും അവിടെ നിന്നൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ പീഡനങ്ങളുടെ കാലത്ത് വിശ്വസം നിലനിന്നത് പോലെ അവരിൽ നിന്നുണ്ടാക്കാവുന്ന പ്രയാസങ്ങൾ അവരോട് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദുഷ്ടനോട് നീ എതിർക്കാൻ നിൽക്കരുത്. ദുഷ്ടനോട് പോലും നീ എതിർക്കാൻ നിൽക്കരുതെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ വീട്ടിലുള്ളവരോട് നീ എതിർക്കാൻ നിൽക്കേണ്ട. ഉടമ്പടി കാര്യങ്ങളിൽ കർത്താവ് ഇടപെടാൻ വേണ്ടിയാണ് നീ നിൽക്കേണ്ടത്. സൗമ്യതയോടെ കാത്ത് ശാന്തമായി നിൽക്കുക. കർത്താവ് ഇടപെടട്ടെ ആ വിഷയങ്ങളിൽ. കർത്താവിൽ വിശ്വാസമില്ലാതെ വരുമ്പോഴാണ് നമ്മുടെ ശക്തിയും പവറും കൊണ്ട് നമ്മൾ ഈ വിഷയത്തെ എതിർക്കുന്നത്. കർത്താവ് ദുഷ്ടനോട് എതിർക്കേണ്ടതെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, ദുഷ്ടനോട് എതിർക്കണമെങ്കിൽ ദുഷ്ടൻ്റെ അരൂപിയിലായിട്ട് എതിർക്കാൻ പറ്റത്തുള്ളൂ. ദുഷ്ടൻ്റെ അരൂപി നമ്മൾ എതിർത്ത് കഴിഞ്ഞാൽ ദൈവാരൂപിയുടെ പ്രവർത്തനം നമ്മൾ നടക്കാത്തത് കൊണ്ടാണ് ദുഷ്ടനെ നിങ്ങൾ എതിർക്കരുതെന്ന് ഈശോ പറയണത്. അതുകൊണ്ട് കുടുംബത്തിലെ അപ്പനായാലും മറ്റുള്ള ആരായാലും നിന്നെ വേദനിപ്പിക്കുന്ന ആൾക്കാരായാലും കുറച്ച് കാലത്തേക്ക് നീ സൗമ്യത പാലിക്കുക. അച്ഛനെ കണ്ട് ആ വിഷയത്തിൽ തീരുമാനം എടുത്ത് കർത്താവ് ഒരു തീരുമാനം നിനക്ക് തരുമ്പോൾ നിനക്ക് അച്ഛനെ കാണാൻ അവസരം തരും. അപ്പോഴിങ്ങനെയുള്ള വിഷയങ്ങൾ സ്ഥിരമായിട്ട് നിൽക്കുന്ന ഡൊമസ്റ്റിക് പ്രോജക്റ്റുകളുണ്ട്, അതായത് ഇൻഡോർ ആയിട്ടുള്ള പദ്ധതികളുണ്ട്. നമുക്ക് ഓപ്ഷൻ ഇല്ലാത്ത മാറ്റാൻ പറ്റാത്ത പദ്ധതി ഈശോയ്ക്കുണ്ടായിരുന്നു, അമ്മയ്ക്കുണ്ടായിരുന്നു. അവർ രണ്ടുപേരും സമർപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ സമർപ്പണത്തിലേക്കും അതിലൂടെയുള്ള വിശുദ്ധീകരണത്തിലേക്കും വിളിക്കുന്നവർക്ക് നിരന്തരം പരിശുദ്ധാത്മാവിൻ്റെ സഹകരണവും സന്ധിപ്പും ആവശ്യമുണ്ട്. അവർ പ്രാർത്ഥന വേപരിക്കേണ്ടതായിട്ടുണ്ട്. അവർക്ക് പ്രാർത്ഥനയെ തന്നെ അവർ വേപരിച്ച് അതിനെ അതിജീവിക്കണമെന്നാണ് ഇപ്പോൾ ഈശോ ആഗ്രഹിക്കുന്നത്. എന്നിലൂടെ പറയാൻ ഈശോ തുനിയുന്നത് അതാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ വെളിപാടുകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദർശനങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആത്മാവിൻ്റെ അഭിഷേകം ഈ ദമ്പതി കൂട്ടായിൽ വന്നിരിക്കുന്ന മക്കൾക്ക് ഓരോരുത്തരുടെയും അഭിഷേകം കർത്താവേ അതരക്കുട്ടുറപ്പിക്കുന്ന വിശ്വാസത്തിലേക്ക് നയിക്കാൻ കർത്താവേ ദൈവിക വെളിപാടുകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ രോഗങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ദുരിതങ്ങളെ സമർപ്പിക്കട്ടെ, മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ, മക്കളുടെ വിദ്യാഭ്യാസത്തെ സമർപ്പിക്കട്ടെ, ഉടമ്പടി പ്രാർത്ഥന നിങ്ങൾ വെച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കട്ടെ. പത്രം വെച്ച് പ്രാർത്ഥിക്കുന്നവർ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ദശവത്സര പ്രാർത്ഥനയിൽ നിയോഗങ്ങൾ അർപ്പിക്കുന്നവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. മക്കളുടെ IELTS എക്സാം, അതുപോലെ തന്നെ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർ, വിദേശത്ത് ജോലി ചെയ്യുന്നവർ, കുടുംബ സമാധാനമില്ലാതെ വിഷമിക്കുന്നവർ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശുവേ എന്ന് വിളിക്കട്ടെ. യെശയ്യായുടെ പുസ്തകം 59:1 പ്രാർത്ഥിക്കുന്ന കർത്താവേ, രക്ഷിക്കുവാൻ കഴിയാത്ത വിധം ദൈവത്തിന്റെ കരം കുറുകിയിട്ടില്ല, കേൾക്കാൻ കഴിയാത്ത വിധം സങ്കടങ്ങൾ കാണാൻ കഴിയാത്ത വിധം കർത്താവേ അവിടുത്തെ കാതുകൾക്ക് മാധ്യമേ ഭവിച്ചിട്ടില്ല. കർത്താവേ ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുന്നു, ദൈവത്തിന്റെ നീതി അന്വേഷിക്കുന്നു. കർത്താവേ മക്കളെ സമർപ്പിക്കുന്നു, ഇവരെ നിരവധിയായ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ഇവരുടെ മക്കളെ സമർപ്പിക്കുന്നു. കുടുംബ സമാധാനമില്ലാതെ വിശ്രമിക്കുന്നവരെ, പുതിയ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരെ, കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, ആശുപത്രി കഴിഞ്ഞ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, കർത്താവേ യാത്രകള് സഞ്ചാരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ കുടുംബത്തില് വഴക്ക് മകാണമായി കഴിയുന്നവര്, സ്വസ്ഥതയില്ലാത്തവര്, മദ്യത്തിന്റെ കർത്താവേ നാശകീയമായ അവസ്ഥകള് എല്ലാം സമർപ്പിക്കുന്നു. കർത്താവേ മക്കളുടെ വിദ്യാഭ്യാസം, അനുസരണയില്ലാത്ത മക്കള്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികള്, +2 പഠിക്കുന്ന കുട്ടികള്, ഡിഗ്രി ഫൈനൽ ആയിട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സത്യത്തെ എക്സാം എഴുതുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. PSC പരീക്ഷയിട്ടുള്ള മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ജപമാല 4 മക്കൾ നിയോഗം സമർപ്പിച്ചിട്ടെല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ജപമാല 4 സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും ഇപ്പോൾ സമർപ്പിക്കുന്നു. കർത്താവേ യേശുവേ 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 യേശുവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മക്കളെ, നമ്മളിപ്പോഴേ കുടുംബത്തിന് സമാധാനം, സാമ്പത്തികമായി കുറേ വേദനിക്കുന്നവരുണ്ട്, ഉടമ്പടി ചെയ്തവരുമുണ്ട്, ചെയ്യാത്തവരുമുണ്ട്.
അതിനൊക്കെ തീരുമാനം ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ആയിരക്കണക്കിന് മക്കൾ കർത്താവിനെ എഴുന്നള്ളിച്ച് വെച്ച് മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ 2 സന്ദേശം വന്നിട്ടുണ്ട്. ഒന്ന് നെഞ്ചത്ത് ഒരു പുരുഷനാണ്, അത് ഇടത് ഭാഗത്ത് ഇങ്ങനെ ഒരു അരിമ്പാറ പോലെ വന്നിട്ടുണ്ട്. അതിന് ഹൃദയത്തിൻ്റെ ഭാഗത്ത് തന്നെ സൈഡിൽ നെഞ്ചിൻ്റെ കൊമ്പിനെ തന്നെ അത് വന്നിരിക്കുന്നത്. അരിമ്പാറ പോലെ ഇരിക്കുക, ഒരു മറുക് പോലെയാണ്. അത് പൊങ്ങി അപ്പം പോലെ ഇങ്ങനെ ചാണാൻ തേച്ച് വെച്ചിരിക്കുന്ന പോലെ ഇരിക്കുക. അതിൻ്റെ അതിൻ്റെ കടിയും ചൊറിച്ചിലും കൊണ്ട് ആ വിഷയത്തെ ആ തന്നെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. യാസിരിയാറാം പുക വലിക്കുന്നവരെ കർത്താവ് കാണിക്കുന്നുണ്ട്. പുക വലിക്കുന്നതിൻ്റെ പേരിലുണ്ടാകുന്ന ഉണ്ടായിട്ടുള്ള രോഗങ്ങളെ കർത്താവ് ഈ നിമിഷം സ്പർശിക്കുന്നുണ്ട്. നിനക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് പുകവലി നിർത്താൻ ഞാൻ, പക്ഷേ എനിക്കിത് മൂലം ഉണ്ടായിട്ടുള്ള രോഗങ്ങളെ കർത്താവ് ഒന്ന് നിർവീര്യമാക്കിയിരുന്നെങ്കിൽ എന്തൊരാശ്വാസമായിരുന്നെന്ന് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഒരാൾ. കരളിൻ്റെ അയാൾക്കുള്ള അസുഖവും ഉണ്ടാകാൻ സാധ്യതയുള്ള അസുഖത്തെയും കർത്താവ് ബന്ധിക്കുകയാണ്. സുഖിടലിയ ഒരു ഇടത്ത് ഭാഗത്തുള്ള ബ്രസ്റ്റാണ്. ഇടത് ഭാഗത്തുള്ള ബ്രസ്റ്റിന് 2 മുഴകളുണ്ട്. ഇങ്ങനെ പൊള്ളച്ച് ഇരിക്കും. അതായത് വെള്ളം ഇങ്ങനെ നമ്മൾ പൊള്ളുമ്പോൾ ഇങ്ങനെ ഒരുതരം ചൊള്ളച്ച് വരത്തില്ല, അതുപോലെ ചൊള്ളച്ചിരിക്കുമ്പോൾ 2 മുഴകളാണ് ഒരു ബ്രസ്റ്റിന് ഇടതുവശത്തുള്ളത്. അത് 2നെയും കർത്താവ് ഈ നിമിഷം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്നഗ്ഗി ഇട്ടിട്ട് എപ്പോഴും ഇങ്ങനെ തെറ്റി നടക്കുന്നൊരു പെൺകുഞ്ഞിനെ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ കുഞ്ഞിനെ സ്നഗ്ഗി എപ്പോഴും ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കണം. അതായത് അറിയാതെ മൂത്രം പോകുന്നത് എന്ത് രോഗമാണ്. ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ഈശോ സ്പർശിച്ച് സുഖപ്പെടുത്തി കുടിക്കുന്ന വലത് വശത്തെ കമ്മലിന് ഗോൾഡിൻ്റെ, വലതുവശത്തെ കാതിൻ്റെ കമ്മലിന് ഗോൾഡിൽ അലർജിയാണ്, മെറ്റൽ അലർജിയാണ്. അതുകൊണ്ട് പഴുക്കും, ഇടക്ക് കുഴപ്പമുണ്ടാകത്തില്ല, പിന്നെ അത് പഴുത്ത് വരും, പിന്നെ കാത് മണം വെക്കും. കർത്താവ് ഇപ്പം ആ കാതിനെ സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കണ്ടവരുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ കൈരേഖ കണ്ടവരുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ഇടത് കൈരേഖ നോക്കിയിരുന്നവരുണ്ട്. അതായത് കൈരേഖക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. വിധിയിലും ഭാവിയിലും വിശ്വസിച്ച് ദൈവത്തെ മാറ്റിയവരാണ്. അവർ അങ്ങനെ വല്ല പരിപാടിക്കും പോകരുത്. മാപ്പ് ചോദിച്ച് കുമ്പസാരിച്ച് കർത്താവ് പ്രായശ്ചിത്തം ചെയ്യാൻ ഈശോ പറഞ്ഞിട്ടുണ്ട്. ശ്രുതിയുടെ ഹല്ലേലൂയ. നമ്മൾ ധ്യാനിക്കാൻ വേണ്ടി ആദ്യം വന്നപ്പോൾ ഒരു സന്ദേശം കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയാതിരുന്നത് വചന പ്രഘോഷണം തുടങ്ങാഞ്ഞത് കൊണ്ടാണ് പറയാതിരുന്നത്. അതായത് നീലക്കല്ലുള്ള ഒരു മോതിരം, അതാണ് ആദ്യം കണ്ട സന്ദേശം. നീലക്കല്ലുള്ള മോതിരം എപ്പോഴും വിശ്വസ്തയുടെ അടയാളവും, നീലക്കല്ല് മാതാവിൻ്റെ മാധ്യസ്ഥൻ്റെ ശക്തിയാണ്. അതായത് കല്യാണത്തിന് വിശ്വസ്തത കുറവ് കാണിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ, കല്യാണത്തിന് വിശ്വസ്തക്കുറവ് കാണിക്കുന്ന ഭാര്യമാരുണ്ടെങ്കിൽ അവർ മാതാവിൻ്റെ മധ്യസ്ഥം അണഞ്ഞ് കുടുംബം ഏൽപ്പിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറയാനോ അല്ലെങ്കിൽ സങ്കടപ്പെടാനോ നിരാശപ്പെടാനോ നിൽക്കേണ്ട, മാതാവിനെ കുടുംബം ഏൽപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതാണ് നീലക്കല്ലുള്ള മോതിരം, മാതാവ് സാന്നിധ്യമുള്ള വിശ്വസ്തത കാണിക്കാൻ പറഞ്ഞിരിക്കുന്നു. ശ്രുതിയുടെ ഹല്ലേലൂയ. ഇടത് കാൽമുട്ട് മടക്കുമ്പോൾ മുട്ടിന് തൊടയേക്കാളും മുട്ടുകാലിനേക്കാളും കളർ വ്യത്യാസമുണ്ട്. മുട്ടിലിരിക്കണത് വെളുത്തതാണ്. സാധാരണ മുട്ട് കുത്തുമ്പോൾ കറുത്തതല്ലേ വരണത്, പക്ഷേ ഇത് കുറച്ച് മറ്റ് തുടയേക്കാളും മുട്ടുകാലിനേക്കാളും കറുത്തതായിരിക്കണത് വെളുത്തതായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഈ രോഗിയുടെ രോഗം എന്തായാലും കർത്താവ് നിമിഷം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. മക്കളെക്കുറിച്ച് വേദനപ്പെടുന്ന മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ ജോലിയില്ലാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ പോകുന്നു. കുടുംബം നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റാതിരിക്കുന്നവരും എന്തിനാണ് കുടുംബം എന്ന് ഓർത്തിട്ട് വേദനിക്കുന്നവരും
കുടുംബ സമാധാനം ഇല്ലാത്തവർക്ക് വേണ്ടി അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, കുടുംബ സമാധാനമില്ലാത്ത കുടുംബങ്ങളെ അങ്ങേക്ക് ഏൽപ്പിക്കുന്ന മാരകരോഗികള്, തീരാവ്യാധിയുള്ളവര്, സാമ്പത്തികമായി തറപറ്റി നിൽക്കുന്നവര്, വരുമാന മാർഗത്തിന് മേൽഗതിയില്ലാത്തവര്, കർത്താവേ കരുണ ചൊരിയണമേ. വിദേശങ്ങളിലെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവര്, സാങ്കേതിക കുരുക്കിലെ അകപ്പെട്ടവര്, പല സർട്ടിഫിക്കറ്റുകളും ലഭിക്കാനുള്ളവര്, മക്കളെ കുറിച്ച് ദേവരാജ് പൊള്ളുന്നവര്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, അവരുടെ ആവശ്യങ്ങൾ മേലെ ദൈവത്തിന്റെ തീരുമാനം ഉണ്ടാകട്ടെ. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണം നൽകിയവനെ, മഹോരോഗ്യം സുഖപ്പെടുത്തിയവനെ, സർവാരോഗ്യം സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, നാമത്തിന് സ്തോത്രം ചെയ്യുന്ന അങ്ങയുടെ വിശുദ്ധമായ ഓരോ മകന്റെ മേലും ഓരോ മകളുടെ മേലും അങ്ങ് വെക്കണമേ. അടിപ്പിണർ പോലെ ദൈവത്തിന്റെ ശക്തി തിരിച്ചിറങ്ങട്ടെ. മാർഗരോഗങ്ങള്, വ്യാധികള്, കരളിന്റെ അസുഖങ്ങള്, കിഡ്നിയുടെ അസുഖങ്ങള്, യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ കിഡ്നി രോഗങ്ങള്, കരൾ രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, യേശുവിന്റെ നാമത്തിൽ രോഗങ്ങള് മാറിപ്പോണം. കർത്താവായ ദൈവമേ, മക്കളില്ലാത്തവരെ അങ്ങേക്ക് സമർപ്പിക്കുന്ന ഈശോയെ, മക്കളില്ലാത്ത പുരുഷന്മാര്, തകരാറുകളുള്ള സഹോദരികളെ ദിവ്യകാരുണ്യമേ, അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈ നിമിഷം അവരെ സ്പർശിക്കണമേ, അവരുടെ ഉദരബലങ്ങളെ ആസ്വദിക്കണമേ. ദൈവത്തിന്റെ വിവാഹ തടസ്സമുള്ളവരെ, വീടില്ലാത്തവരെ, സ്ഥലമില്ലാത്തവരെ, ജോലിയില്ലാത്തവരെ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വിവാഹ തടസ്സമുള്ളവരെ അങ്ങേക്ക് ഏൽപ്പിക്കുന്ന, വരുമാന മാർഗമില്ലാത്തവരെ, ജോലിയില്ലാത്തവരെ അങ്ങേക്ക് ഏൽപ്പിക്കുന്ന, വീടില്ലാത്തവരെ, സ്ഥലമില്ലാത്തവരെ, വീട് സ്ഥലമില്ലാത്തവരെ, കർത്താവിന്റെ ശക്തിയാൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഈശോയുടെ നാമത്തില് എല്ലാ ദുരിതങ്ങളും എല്ലാ തടസ്സങ്ങളും ഒരു വീട് വിട്ടിറങ്ങി പോകുന്നതാണ്. അവിടെ പഴയ കരിങ്കല്ലിൻ്റെ എന്തോ ഒക്കെ അവിടെ ഇരിക്കും, ഒരലോ അതുപോലെ തന്നെ അരകല്ലോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഭാഗോടമ്പടിയൊക്കെ നടത്തിയപ്പോൾ നമുക്കത് കിട്ടാതെ നമ്മൾ അവിടെ നിന്ന് വാടക പോകുന്നതാണ്. പക്ഷെ അതാരും എടുത്തുമില്ല, അതവിടെ വേറെ കിടക്കണുണ്ട്. പക്ഷേ അന്ന് ഭയങ്കര തർക്കവും ബഹളവും അടിയും പിടിയും കലശങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അന്ന് അത് കിട്ടത്തില്ലായിരുന്നു. ഇന്നും ആ ഉറഞ്ഞ വീടവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ ഉറഞ്ഞ വീടും അരകല്ലും അവിടെ കിടന്ന് അന്യാധീനപ്പെട്ട അരകല്ലുമല്ല നമ്മുടെ പ്രശ്നം. ആ സ്ഥലം ആ വ്യക്തിക്ക് വിട്ടെറിഞ്ഞു പോയ വ്യക്തിക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വീട് വിട്ടെറിഞ്ഞു പോയവരും ഇന്ന് വാടക കിടക്കുന്നവരും പാട്ടത്തിന് കിടക്കുന്നവരും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കെല്ലാം ഭവനം കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഒലിപ്പ് രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്ന സമയമാണ്. അതായത് ചിലക്ക് ഒലിപ്പ് രോഗങ്ങളെന്ന് പറയുമ്പോൾ ചിലക്ക് ജലദോഷം, ഭയങ്കര അലർജി ആയിരിക്കും. രാത്രിയും പോലും മൂക്ക് പിഴിഞ്ഞാലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചിലർക്ക് ഇങ്ങനെ അസ്ഥി ഉരുക്ക രോഗങ്ങളുണ്ടാവും. ചിലർക്ക് ബ്ലീഡിങ് വന്നാൽ നിൽക്കത്തുമില്ല. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലീഡിങ് വരും.
അങ്ങനെയുള്ള രോഗിയുടെ സൗഖ്യത്തിന് വേണ്ടി അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഒലിപ്പ് രോഗങ്ങളുള്ള എല്ലാ മക്കളെയും എൻ്റെ ഈശോയെ എന്തൊരു വേദന, എന്തൊരു ഈർച്ച, എന്തൊരു സങ്കടം അവരനുഭവിക്കുന്ന ഈ നിമിഷം അവരെ സ്പർശിക്കണമേ. എല്ലാ ഒലിപ്പ് രോഗങ്ങളും, ആന്തരിക സ്രാവങ്ങള്, ബാഹ്യ സ്രാവങ്ങള്, ആന്തരിക സ്രാവങ്ങള്, സ്രാവരോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. രോഗങ്ങളെ ബന്ധിച്ചതിനെ എല്ലാവരും നേർച്ച വസ്തു എടുക്കുക. നമുക്കറിയാം നമ്മുടെ വലിയ നേർച്ച വസ്തു എന്ന് പറയുന്നത് പത്രമാണ്. പ്രേക്ഷിതരെ ശ്രദ്ധിക്കണം, ആർക്കും ഒരിക്കലും 5 പത്രത്തിന് താഴെ കൊടുക്കരുത്. നമ്മൾ വായിക്കാൻ കൊടുക്കണമല്ല. കൃപാസനത്തിൽ വരുന്ന ആൾക്കാരെല്ലാം പ്രേക്ഷിതരാ. കർത്താവിന് വേണ്ടി പ്രേക്ഷിത പേര് ചെയ്യണം. ആ പ്രേക്ഷിത പേര് ചെയ്യാൻ വേണ്ടിയാണ് പത്രം കൊടുക്കണത്. ഉടമ്പടി പ്രകാരം നമ്മളെ പുതിയ ഉടമ്പടി നിബന്ധന അനുസരിച്ച് 6 നിയോഗങ്ങൾ നിങ്ങൾക്ക് വെക്കാം. 6 നിയോഗങ്ങൾക്ക് 6 നിബന്ധനകളുണ്ട്. ഇപ്പോഴ് ഈ വർഷം മുതൽ നിബന്ധനകളെന്ന് പറയുമ്പോൾ ആദ്യത്തെ നിബന്ധന നേരത്തെ ഉണ്ടായിരുന്നത് പരിശുദ്ധ പ്രവർത്തി നേരത്തെ ഉണ്ടായിരുന്ന 3 പാപം ഉപേക്ഷിക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെയുള്ള ഉപവാസം അതിനൊന്നും മാറ്റമൊന്നുമില്ല. പക്ഷേ പ്രഥമ സ്ഥാനത്ത് ഇപ്പോഴ് പത്രം വന്നിട്ടുണ്ട്. പത്രമാണ് ഇപ്പോൾ പ്രഥമ സ്ഥാനം. ഒന്നാമത്തത് ആദ്യം ഏറ്റവും നിവൃത്തിയില്ലാത്തവർ 25 പത്രം, അതായത് വളരെ പാവപ്പെട്ടവർ. അച്ഛനെ കാണാൻ ഭാവിയിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അടിസ്ഥാന പത്രം പ്രേക്ഷിത പ്രവർത്തനം 50. 50 പ്രേക്ഷിത പത്രം മേടിച്ചിട്ട് നിങ്ങൾ 50 അതിൽ പകുതി അക്രൈസ്തവ മേഖലയിലും പകുതി ക്രൈസ്തവ മേഖലയിലും നിങ്ങൾ പ്രാർത്ഥിച്ച് വിതരണം ചെയ്യണം. അവിടെ ഈ ഉടമ്പടി നമ്മൾ 6 കാര്യം വെക്കുക. എത്ര ലക്ഷം രൂപയായി എന്തുമാത്രം മനസ്സമാധാനം, എന്തുമാത്രം സന്ധിപ്പുമാണ് ദൈവം നിങ്ങൾക്ക് നൽകണത്. ചിലയിടത്തൊക്കെ ഞാൻ രോഗിയെടുത്ത് ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ ചെയ്യത്തില്ല. അത് കാര്യം അവർക്ക് അത് സുഖപ്പെടുത്തും. ആ ചില ആൾക്കാരുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അച്ഛനത് വേണ്ടെന്ന് പറഞ്ഞു പോയാൽ പിന്നെ അത് ഈശോ അത് അങ്ങനെ ചെയ്യണതാണത്. ഞാൻ 72 മണിക്കൂർ എന്ന മനുഷ്യനോട് പറഞ്ഞില്ല വണ്ടി കിട്ടിയ കാര്യം. അതെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഈ മനുഷ്യന് എന്തെങ്കിലും സംഭവിച്ചു പോകുന്നു കണ്ടിട്ട്. അയാൾ ഉടമ്പടി ഒന്നും കൂടിയിട്ടില്ല. അവിടെ ഒന്നും നിയമങ്ങളൊന്നും അച്ഛൻ പറയത്തില്ല. ഒരു മനുഷ്യൻ എന്താണെന്ന് ഞാൻ നോക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, 72 മണിക്കൂർ നിൻ്റെ വണ്ടി കിട്ടും. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ 72 ഒന്നും കണ്ടിട്ട് പറയണമില്ല, ഞാൻ കർത്താവിനെ കണ്ടിട്ട് പറയണത്. അച്ഛൻ അങ്ങനെ പറഞ്ഞാൽ കർത്താവ് അത് ചെയ്ത് കൊടുക്കുമെന്ന് എനിക്കറിയാം. അതെൻ്റെ 30 കൊല്ലത്തെ അനുഭവമാണ്. 30 കൊല്ലത്തെ അനുഭവമാണ്. ഞാൻ എന്തെങ്കിലും മനസ്സ് നിറഞ്ഞ് പറഞ്ഞാൽ ഈശോ അത് ചെയ്യും. കാര്യം ആ മനുഷ്യനെ നിലനിർത്തണമെങ്കിൽ വേറെ മാർഗമൊന്നുമില്ല. അത്രയും ദൈവം നമ്മളെ സന്ധിക്കുന്നയാളാണ്. അപ്പം അതുകൊണ്ട് കൃപാസനത്തിൽ വരുമ്പോൾ എന്തിനായാലും നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കും. പക്ഷെ നീ കറക്റ്റായിരിക്കണം. ദൈവത്തോട് വിശ്വസ്തത കാണിക്കാനാണ് ഇന്ന് പറഞ്ഞിരിക്കണം. മുഴുവനും വിശ്വാസമല്ല എല്ലാം, വിശ്വസ്തതയാണ് എല്ലാം എന്നല്ലേ പറഞ്ഞത്, അല്ലേ? അപ്പോൾ വിശ്വസ്തയുടെ ഭാഗമായി നമ്മൾ ചെയ്യുമ്പോൾ ഉടമ്പടിയുടെ മെയിൻ ഉടമ്പടി എന്ന് പറയുമ്പോൾ തന്നെ അതിന് വിശ്വസ്തതയാണ് വരണത്, വിശ്വാസമല്ല. ഉടമ്പടിയും വിശ്വസ്തതയുമായിട്ടാണ് ലിങ്ക് ചെയ്ത് പോണത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത്. ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം സാക്ഷ്യം പറയുന്നത് എന്താ? അവരുടെ അന്തരാളത്തിൽ അവർ ആത്മഹത്യക്ക് എത്തുമ്പോഴാണ് കൃപാസനം പത്രം കിട്ടിയെന്നല്ലേ പറയണത്. അപ്പോഴാണ് ഞങ്ങൾ ഈ തിരക്കി പിടിച്ച് ഇവിടെ എത്തിയെന്ന് പറഞ്ഞ് മാതാവ് ഞങ്ങളെ നിലനിർത്തിയെന്നാണ് പറയണത്. അപ്പം നിങ്ങൾ ആരാ കൊടുക്കണത്? മാതാവിനെ കൊടുക്കണം. പത്രം വില കൊടുക്കണത് ചില ബുദ്ധിസിന് അറിയത്തില്ല. ഇവർ ഇങ്ങനെ പത്രം കൊടുക്കാൻ എങ്ങനെ പറ്റുമെന്ന് വെക്കുക. നമ്മൾ പത്രമല്ല കൊടുക്കണത്. നമ്മൾ ആരാ കൊടുക്കണത്? മാതാവിനെ കൊടുക്കണത്. മാതാവ് വിളിക്കണതാണ് നിങ്ങളിലൂടെ. ഇവിടെ നിങ്ങൾ വന്നിട്ടുള്ളവരെല്ലാവരും പത്രം കണ്ട് പ്രാർത്ഥിച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ലോകത്ത് ഒരു ധ്യാനകേന്ദ്രത്തിനും കൊടുക്കാത്ത പ്രാർത്ഥനാ പദ്ധതിയാണ് തന്നിരിക്കുന്നത് ഉടമ്പടി. എനിക്കിപ്പോഴൊക്കെ എൻ്റെ അർത്ഥം മനസ്സിലാകണത്. ശരിക്കും കൃപാസനത്തിൽ നടക്കുന്ന സംഭവമാണ് പഴയ നിയമത്തിൽ ഉടമ്പടി പത്രിക കൃപാസനത്തിൽ വെച്ചെന്നാണ് സംഖ്യാപുസ്തകം പറയണത്. പുതിയ നിയമത്തിലെ കൃപാസനം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണെന്ന് വെളിപാടിൻ്റെ പുസ്തകം പറയുന്നുണ്ട്. ഇപ്പം നമ്മുടെ ജീവിത ഉടമ്പടി നമ്മൾ പരിശുദ്ധ അമ്മയിലാണ് വെക്കണത്. പരിശുദ്ധ അമ്മനും കാവിക്കൊണ്ടാണ് യുദ്ധം ജയിക്കാൻ നമ്മൾ പോണത്. ആ പുസ്തകത്തിൽ എല്ലാ സംഭവം ഉണ്ട്, എവരിത്തിങ്. അപ്പം അതുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിച്ച് എല്ലാവരും അത് പുസ്തകം ഒരു 10 പ്രാവശ്യം വായിച്ചിട്ടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എഴുതിയത്. ഞാൻ ഇങ്ങനെ തമസ 10 ഞാൻ ഇപ്പോൾ 20 പ്രാവശ്യം വായിച്ച് കാണും.
ഓരോ പ്രാവശ്യം വായിക്കും തോറും കർത്താവ് പുതിയ വെളിപാട്. അപ്പം നിങ്ങളും അതുപോലെ ഇരുന്ന് തണുക്കാതിരുന്ന് വായിക്കണം, അതിൻ്റെ ഓരോ അംശങ്ങളും വായിക്കണം. നിങ്ങൾ ചെയ്യണ കാര്യങ്ങൾ വളരെ അച്ചിട്ട പോലെ ചെയ്യാൻ. 10 ചിലപ്പോൾ 4 കൊല്ലം എടുക്കേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ 4 മാസം കൊണ്ട് നിങ്ങളത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യം കിട്ടും. കാര്യം വെറുതെ ചെയ്യണതും ബോധ്യത്തോട് ചെയ്യണതും വ്യത്യാസമില്ലേ? എൻ്റെ പാവപ്പെട്ട കൗൺസിലർമാർക്ക് നിങ്ങളോട് പറഞ്ഞു തന്നാൽ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് എന്തുമാത്രം പറഞ്ഞു തരാൻ പറ്റും ഇല്ലേ? അപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയാൽ എന്തെങ്കിലും സംശയം ഉണ്ടാകണമെങ്കിൽ അതിനാണ് ഇപ്പോൾ കർത്താവ് പുസ്തകം തന്നിരിക്കുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ ഒരു തീരുമാനം എപ്പോൾ എടുക്കണം? കർത്താവ് കൃപാസനത്തിൽ വന്നു, ഞാൻ അമ്മപത്രം മേടിക്കാതെ ബോധത്തിൽ തീരുമാനിക്കണം. ഈ ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പത്രത്തിൻ്റെ മേൽ കിടന്നിട്ട് സൗഖ്യം പെട്ട് പത്രം ഒട്ടിച്ച് വെച്ചെന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേ? ഇന്നും കേട്ടില്ല സാക്ഷ്യങ്ങൾ. പത്രം കണ്ണിൽ ഒട്ടിച്ച് വെച്ച് കണ്ണ് തുറന്നതൊക്കെ പറഞ്ഞില്ലേ? അവരവരുടെ അനുഭവം പറയണതല്ലേ? ഇതുപോലെ എങ്ങനെയാണ് അത് കർത്താവ് അതിനെ ശക്തി കൊടുത്തിട്ടില്ല അങ്ങനെ സംഭവിക്കണത്? അത് അച്ഛനൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ സംഭവിക്കണത്? അല്ല, അത് മാതാവ് പ്രേക്ഷിത പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അമ്മ മാതാവില്ലേ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറഞ്ഞത്. ഇത് പ്രേക്ഷിത പ്രവർത്തനം വിജയിക്കാൻ വേണ്ടി, മിഷൻ വിജയിക്കാൻ വേണ്ടി. ഇപ്പോൾ ഇന്ന് യൂട്യൂബിൽ കിടക്കുന്ന ഒരു സാക്ഷ്യമുണ്ട്. അത് മീനാക്ഷിയുടെ സാക്ഷ്യമാണ്. മീനാക്ഷിനെ കൊണ്ടുവന്നത് ആരാണ്? ഒരു മുസ്ലിം സഹോദരിയെ കൊണ്ടുവന്നത്. മുസ്ലിം സഹോദരി ഹിന്ദുസിനെ കൊണ്ടുവന്നിരിക്കണം മാതാവിൻ്റെ അടുത്ത്. എന്നിട്ട് അവരെ മാതാവ് തൊട്ടിട്ട് അവരുടെ സാക്ഷ്യമാണ് യൂട്യൂബിൽ കിടക്കുന്നത്, മീനാക്ഷിയുടെ സാക്ഷ്യങ്ങൾ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പോണത്. അപ്പോൾ അവർ കർത്താവിനെ അധികം അറിയാത്ത ആൾക്കാരൊക്കെ വന്ന് മാതാവിൻ്റെ അടുത്ത് വലിയ അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോകുമ്പോൾ ജന്മനാ ക്രിസ്ത്യാനിയായിട്ടുള്ള വിശ്വാസി ഇന്നും ആ ചൈതന്യം കാണിക്കാതെ ഉഴപ്പുമ്പോഴാണ് ഈ പച്ചൻ പുസ്തകം ഇറക്കിയിരിക്കുന്നത്. കാര്യം കണ്ട് മനസ്സിലാക്കി, കണ്ണ് കാണാൻ അല്ലെങ്കിൽ മക്കളോട് പെരകടങ്ങളോട് പറഞ്ഞ് മക്കളെ ഒന്ന് വായിച്ചതാ, എനിക്ക് കണ്ണ് പിടിക്കണില്ല, അല്ലെങ്കിൽ ചോദിച്ചൊക്കെ മനസ്സിലാക്കണം. അത് ഇത്തിരി നമ്മൾ ശ്രദ്ധിക്കണം ആ പുസ്തകം വായിക്കണമെങ്കിൽ. എല്ലാ ഭാഗവും അല്ല, ചില ഭാഗങ്ങൾ ഇതൊരു ശ്രദ്ധിച്ച് വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. കുഴപ്പമില്ല, അച്ഛൻ എഡിറ്റോറിയലും അങ്ങനെയാണല്ലോ, ചില ഭാഗങ്ങൾ കുറച്ച് ശ്രദ്ധിച്ച് വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ പത്രം നമ്മൾ മാതാവ് തൊട്ടിട്ട് അത് മിഷൻ പത്രമാണ്, അമ്മപത്രമാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും അത് സ്പർശിക്കുകയും വായിക്കുകയും സൗഖ്യപ്പെടുകയും അതുവഴിയാണ് അക്രൈസ്തവരും ജനതകളും ദൈവത്തെ തേടി വരുന്നത്. അപ്പം നീ കൊടുക്കുന്ന പത്രത്തിലൂടെ, നീ കൊടുക്കുന്ന പത്രമല്ല, അമ്മമാതാവിൻ്റെ സന്ദേശം കൊടുക്കുകയാണ്. ഇന്ന് പത്രം മുഴുവൻ അങ്ങനെയാണല്ലോ. അപ്പോൾ അത് വായിച്ചിട്ടാണ് മറ്റു മനുഷ്യർ ദൈവത്തെ അറിയണത്. അറിയാത്തവർ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടിയാണ് കൃപാസനം. അതുകൊണ്ടാണ് പ്രേക്ഷിത പ്രവർത്തിക്കണമെന്ന് പറയണത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ കൃപാസനം മണ്ണ് വിട്ട് പോകുമ്പോൾ 50 പത്രങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടാകണം. ചില ആൾക്കാർ പോയി ചേച്ചി സാക്ഷ്യം പറഞ്ഞ് കേട്ടില്ലേ, അവർ 50 തുടങ്ങി, പിന്നെ 100 മേടിച്ച്, ഇപ്പോൾ അവർ 200 മേടിക്കണമെന്ന്. നിങ്ങളും പ്രാർത്ഥിക്കണം, ദൈവമേ ഈ പത്രം 200 മേടിച്ച്. കാര്യം അത് മുഴുവൻ 60 സാക്ഷ്യങ്ങളാണ് കിടക്കുന്നത്. ഞാൻ 40 സാക്ഷ്യം എടുത്ത് മാറ്റിയിട്ടാണ്, സ്ഥലമില്ല പദ്ധതിയുടെ. 60 സാക്ഷ്യങ്ങളാണ് പദ്ധതി കിടക്കുന്നത്. അത് 2 സാക്ഷ്യം വായിച്ചാൽ മതി. ഏത് ചാകാനിരിക്കണവനും തിരക്കി പിടിച്ച് മാതാവിൻ്റെ അടുത്ത് വരുന്ന അഭയം പ്രാപിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മളിത് കൊടുത്തു വിടണത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ മാതാവിൻ്റെ പ്രേക്ഷിതരായിട്ടാണ് പോണത് ഇവിടുന്ന്. അപ്പോൾ എല്ലാത്തിനും കാശുണ്ട്, പത്രം മേടിക്കാൻ മാത്രം കാശില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മക്ക് അറിയാൻ പറ്റുമല്ലോ ഇത് കള്ളത്തരാണെന്ന്. ചുമ്മാ അമ്മയെ വെച്ച് കാര്യം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണെന്ന്. ഇപ്പോൾ കള്ളക്രിസ്ത്യാനായിട്ട് കാര്യമില്ല. എടി കള്ളി അമ്പടി കള്ളി എന്ന് അമ്മ വിളിക്കേണ്ട വരരുത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കുക. മാതാവിൻ്റെ പ്രത്യക്ഷ പ്രാർത്ഥന ഇല്ലെങ്കിലും ഉടമ്പടി പ്രാർത്ഥന ഇല്ലെങ്കിലും കർത്താവേ കുറേ പത്രം മേടിക്കാനുള്ള കാശ് എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുക. അത് വാങ്ങിച്ച് കൊടുത്തിട്ട് അത് 2 കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ ഞാൻ പത്രം കൊടുക്കുമ്പോൾ ആ ഒരു പത്രം വായിച്ച് 10 പേര് നിന്നെ അറിയാൻ ഇടയാകണേ. നമ്മ മരിച്ച് കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എടി നീ വഴി എത്ര പേരാണെന്ന് അറിയാവടി എന്നെ അറിഞ്ഞതെന്ന് ചോദിച്ചതിൻ്റെ കർത്താക്കാർ കെട്ടിപ്പിടിക്കും. നീ വഴി എത്ര പേരാണ് മകനെ, നീ വഴി എത്ര പേരാണ് എന്നെ അറിഞ്ഞതെന്നറിയാവോ എന്ന് നമുക്ക് അതേ ദൈവത്തിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തണുക്ക കൊടുക്കുക. കാര്യം ഇവിടുത്തെ സാക്ഷ്യം കേൾക്കുമ്പോൾ പത്രം വായിച്ച് ഞാൻ അമ്മയെ അറിഞ്ഞ്, പത്രം വായിച്ച് ഞാൻ ശുശ്രൂഷ കേട്ടെന്ന് പറഞ്ഞല്ലേ സാക്ഷ്യം പറയണത്. അപ്പം നിങ്ങൾ കൊടുക്കുന്ന പത്രത്തിന് വലിയ ആൾക്കാർ ആത്മാക്കളെ നേടുക്കാൻ പറ്റുന്നുണ്ട്. അത് യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്തിന് ഈ ഭൂമി വീണതിന് മനുഷ്യൻ്റെ പ്രതികാരമാണ് മിഷൻ പ്രവർത്തനം. നമ്മുടെ പ്രതികാരത്തിലാണ് സാത്താനോട് ആത്മാക്കളെ വീണ്ടെടുക്കാൻ വേണ്ടി. നമ്മൾ വിടത്തില്ല നമ്മളവനെ. ആത്മാക്കളെ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ഇത് ഫൈറ്റ്. ഇതൊരു യുദ്ധമാണ്. അമ്മയോട് ചേർന്നുകൊണ്ടുള്ള കൃപാസനം ചുമന്നുകൊണ്ടുള്ള വാഗ്ദാന നാട് തേടി സ്വർഗ്ഗജലസേന തേടിയുള്ള ഒരു യുദ്ധയാത്രയാണ്. നമ്മൾ യുദ്ധം ജയിക്കും അമ്മയോട് ചേർന്നുകൊണ്ട്. സ്തുതിയുടെ ഹല്ലേലൂയ.
യേശുവേ ആരാധന, ദൈവമേ ആരാധന, കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. പ്രേക്ഷിത പ്രവർത്തനം പുരോഗമിപ്പിക്കാൻ വേണ്ടിയാണ് അച്ഛൻ പറയണത്. 400 പത്രമൊക്കെ എടുക്കുന്നവർക്ക് അച്ഛനെ കൂടുതൽ സമയം കാണാനും കൂടുതൽ വിഷയമുള്ളവരാണ്. ശരിക്കും പറഞ്ഞാൽ NRIക്കാരെ നാളെയും മറ്റന്നാളെ കാനഡയിലും അമേരിക്കയിലൊക്കെ പോകേണ്ട ആൾക്കാരാണ്. അവർക്ക് ഉടമ്പടി ചെയ്തു, പക്ഷേ പ്രാർത്ഥന കൂടാൻ സമയമില്ല. ചിലപ്പോൾ അവർക്ക് ലീവില്ല. ബാംഗ്ലൂർ, മൈസൂർ പോകാനുള്ളവർക്ക് ലീവില്ല. ഇവിടെ ഒന്നും പ്രാർത്ഥന കൂടാനും പറ്റത്തില്ല. പക്ഷെ പ്രാർത്ഥന കൂടാൻ പറ്റാത്തവർക്ക് നീലത്തിരിയും പച്ചത്തിരിയും എല്ലാ പ്രാർത്ഥനയും ഇപ്പോൾ ഉടമ്പടി പുസ്തകം എല്ലാം കൊടുത്തു വിടുമല്ലോ. അവർക്ക് അവിടെ നിന്ന് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ അതിൻ്റെ പ്രാർത്ഥന കൂടുക എന്നുള്ള ഒരു ബാധ്യതയുണ്ട്. അതിന് പകരമാണ്, ആ ബാധ്യത ഒരു കടമായി മാറാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് അതിന് പകരം പ്രാർത്ഥന കൂടാം, അതുപോലെ പറ്റാത്തവർ പത്രമേടിച്ച് വിതരണം ചെയ്യാൻ പറയണത്. അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലേക്കും സംസ്ഥാനത്ത് പുറത്തേക്ക് പോണവർക്കും ഇവിടെ വന്ന് ആദ്യ ചൊവ്വാഴ്ചയും 3-ാം ചൊവ്വാഴ്ചയും പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റാത്തത് കൊണ്ടാണ് അവർക്ക് ഇരട്ടി പ്രേക്ഷിത പ്രവർത്തനം കൊടുത്തിരിക്കുന്നത്. അവരതനുസരിച്ച് ചെയ്യുന്നുണ്ട്. 400 പത്രം. പിന്നെ അവർക്കുള്ള ഗുണം, ആ 200 പത്രം മേടിക്കുമ്പോൾ തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ ഓഫീസിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, അവർക്ക് അച്ഛനെ കാണാനുള്ള സമയം കിട്ടും. കാര്യം അവർ വിദൂരത്തേക്ക് പോണവരാണ്. ചിലപ്പോൾ അടുത്ത കൊല്ലമേ ചിലപ്പോൾ കാണാൻ പറ്റത്തുള്ളൂ, ചിലപ്പോൾ അടുത്ത കൊല്ലം വരത്തില്ല, 4 കൊല്ലം കഴിഞ്ഞാൽ ചില ആൾക്കാർ വരത്തുള്ളൂ. നാട്ടിൽ വരണമെങ്കിൽ 1.25 ലക്ഷം രൂപ ചിലവുണ്ടെങ്കിൽ എങ്ങനെ വരാനാണ്? അപ്പം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ പോകുമ്പോൾ ജസ്റ്റ് അത്രയും 400 പത്രം മേടിച്ചിട്ട് അപ്പം തന്നെ ഓഫീസിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അവർ ഡേറ്റ് തരും, ഇന്ന ദിവസം ഇത്ര സമയം അച്ഛനൊന്ന് കാണാൻ പറ്റുമെന്ന് പറയും. അത്യാവശ്യമാണെങ്കിൽ ഒരു പ്രാർത്ഥന കൂടിയാൽ 200 പത്രം എടുത്താൽ അച്ഛനെ കാണാൻ നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് പറ്റും. 2 പ്രാർത്ഥന കൂടുകയാണെന്നുണ്ടെങ്കിൽ 100 പത്രം എടുത്താൽ മതി. 3 പ്രാർത്ഥന കൂടാൻ സമയമുണ്ടെങ്കിൽ 50 പത്രം എടുത്താൽ മതി. 4 പത്രം കൂടാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾ 25 പത്രം എടുത്താൽ മതി. പ്രാർത്ഥന കുറഞ്ഞാൽ പ്രേക്ഷിത പ്രവർത്തനം കൂട്ടും. കാര്യം പ്രാർത്ഥനയാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴേ രജിസ്റ്റേർഡ് കൗൺസിലിങ്ങിന് 10 പേർക്കാണ് സമയം കൊടുക്കുന്നത്. 10 പേർക്ക്. അത് ചെറിയ ചീട്ടുകാർക്ക്, 25 പത്രക്കാർക്ക്, 50 പത്രക്കാർക്ക് എല്ലാം രജിസ്റ്റേർഡ് കൗൺസിലിംഗ് സമയം കൊടുക്കുന്നുണ്ട്. അല്ലെ പിന്നെ നിങ്ങൾ ആൾക്ക് പൊതുവെ വരും, പൈസ ഉള്ളവർക്ക് മാത്രമേ അച്ഛൻ കാണാൻ പറ്റത്തുള്ളൂ, അങ്ങനെ അവസ്ഥ വരും. അത് അങ്ങനെ വരത്തതില്ല. പാവത്തങ്ങളെ വിട്ടൊരു കളിയില്ല. അപ്പം അതുകൊണ്ട് 25 പത്രം എടുത്തവർക്കും രജിസ്റ്റേർഡ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ 15 മിനിറ്റോളം അച്ഛനെ കാണാൻ പറ്റും. രജിസ്റ്റർ ഇപ്പം മറ്റുള്ള കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ഇല്ല. കാരണം രജിസ്ട്രേഷൻ വെച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം സങ്കടമാണ്. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ വേണ്ട. ഈ 10 പേർക്ക് മാത്രം രജിസ്ട്രേഷൻ. മറ്റുള്ളവർ കുർബാന കഴിഞ്ഞ് വരിക. ഇവിടെ എല്ലാ ദിവസവും തിങ്കളും ബുധനും കുർബാന ഉണ്ടല്ലോ. ചൊവ്വാഴ്ച ഉണ്ടാകും, പക്ഷേ ചൊവ്വാഴ്ച കൗൺസിലിംഗ് വേറെ രീതി ശുശ്രൂഷയല്ലേ. വ്യാഴാഴ്ച അച്ഛൻ പുറത്തു പോവാ. അപ്പോൾ തിങ്കളും ബുധനും ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊരു, പക്ഷേ ചില ആൾക്കാർക്ക് രജിസ്ട്രേഷൻ കിട്ടത്തില്ല. കാര്യം രജിസ്ട്രേഷൻ 2 മാസം കഴിഞ്ഞാലൊക്കെ ആൾക്കാർക്കാണ് ചിലപ്പോൾ കിട്ടണത്. അത്രയും ആളുണ്ട് അവിടെ. പക്ഷേ അതേസമയം തന്നെ 2 മാസം കാത്തിരിക്കുമ്പോൾ 2 ദിവസം കാത്തിരിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. അത്രയും ഈ എമർജൻസി പ്രശ്നമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അച്ഛനൊന്ന് കാണണം. അപ്പോൾ അതുകൊണ്ട് രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വന്ന് കാണാമെന്ന് പറഞ്ഞിരിക്കുക. രജിസ്ട്രേഷൻ വേണ്ട. പക്ഷേ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാകണം? ഉടമ്പടി ചീട്ടുണ്ടാകണം. ഉടമ്പടി പുതുക്കിയതായിരിക്കണം. അത് ശ്രദ്ധിക്കണം. ഉടമ്പടി ചെയ്താണ് നമ്മുടെ ബേസ്മെൻറ്റ്. പിന്നെ ആ മാസത്തെ പ്രാർത്ഥന കൂടിയതായിരിക്കണം. ആ മാസത്തെ പ്രാർത്ഥനയുടെ കാർഡുണ്ടാകണം, പത്രത്തിൻ്റെ കാർഡുണ്ടാകണം. ആ മാസത്തെ പത്രത്തിൻ്റെ കാർഡും ഉണ്ട്. ഇപ്പോൾ ഈ മാസം ഏതാണ്? നവംബർ മാസമൊക്കെ പത്രത്തിൻ്റെ കാർഡുണ്ട്. ഇപ്പോൾ ചില ആൾക്കാരുടെ പത്രത്തിൻ്റെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചില സമയത്ത് അത് മെസ്സേജിലോട്ട് പോകുന്ന അത്യാവശ്യം വന്നാൽ നമ്മൾ ചെയ്യും, മെസ്സേജ് എടുത്ത് കൊടുക്കും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ. പക്ഷേ ഒരു ദിവസം 20 പേരെ എടുക്കാൻ പറ്റത്തുള്ളൂ. ആൾ കൂടിക്കഴിഞ്ഞാൽ ഞാൻ ഞറക്കിടുകയുള്ളൂ. വേറെ ഒരു മാർഗ്ഗം നമുക്കില്ല. കാര്യം 10 പേര് രജിസ്ട്രേഷൻ കൗൺസിലിൻ്റെ ഉണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കണ്ട് സംസാരിച്ചാൽ മതി, കുഴപ്പമില്ല. മെസ്സേജിലിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ബാക്കി 20 പേരെ കൂടി എടുക്കാൻ പറ്റും. അപ്പം മണി രാത്രി 7 മണിയാവും. 30 പേര് എടുക്കുമ്പോൾ 7 മണിയാവും. അപ്പം അങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ആൾക്കാർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ പിന്നെയും നിർത്തി അവർ രാത്രി 8 മണി 9 മണിക്കൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ അകലെയുള്ളവർക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം അകലെയുള്ളവരൊക്കെ ചെയ്യേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ ഈ കൊച്ചു പത്രം എടുത്തിട്ട് കാര്യമില്ല. അവർ 200-300 മേടിച്ചിട്ട് നല്ല പത്രം എടുത്തിട്ട് പാത്രയുടെ സമയം കുറച്ചിട്ട് പ്രേക്ഷപ്രദം കൂട്ടിയിട്ട് ഇപ്പം വലിയ ചീട്ടുള്ള ആൾക്കാർക്ക് നേരത്തെ അകലെയുള്ളവരെ ഉദ്ദേശിക്കുന്നത്, അടുത്തുള്ളവരല്ല ഉദ്ദേശിക്കുന്നത്. വലിയ ചീട്ട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം കണ്ണൂരൊക്കെ ഉള്ള ആൾക്കാർ, കോഴിക്കോട് ആൾക്കാർ ഇവിടെ നിന്ന് താമസിച്ചിട്ടാണ് പ്രാർത്ഥന കൂടുന്നത്. അവർക്ക് എപ്പോഴും വരാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് 4 പ്രാർത്ഥന കൂടേണ്ട കാര്യമില്ല. 4 പ്രാർത്ഥനക്കാരൻ്റെ പകുതി കാശ് എന്നുണ്ടെങ്കിൽ അത്രയും പ്രേക്ഷിത പ്രവർത്തനം ചെയ്താൽ മതി. അവർക്ക് അച്ഛനെ കാണാനും പറ്റും. ഇപ്പം മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് മുസ്ലിംസ് വരെ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മുസ്ലിം സഹോദരി വന്ന് കുർബാന ചോദിച്ചിട്ട് പോയി. ഞാൻ അറിഞ്ഞില്ല. മലപ്പുറത്തുനിന്നാണ്, അവർക്ക് അറിയത്തില്ലല്ലോ.
അവർ കമ്മ്യൂണിറ്റിക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പം അങ്ങനെ വരുമ്പോൾ, അപ്പം അങ്ങനെയുള്ള അകലെയുള്ള ആൾക്കാർ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് വലിയ ചീട്ടെടുക്കണമായിരിക്കും അവർ നല്ലത്. ഇപ്പോൾ ഈ പാലക്കാടൊക്കെ ഉള്ള ആൾക്കാർ 25-10 ചീട്ടെടുത്ത് കഴിഞ്ഞാൽ അവസ്ഥ എന്താ? ആ 25-10 വിളിക്കുമ്പോൾ വൈകുന്നേരം 4 മണിയാവും. 4-5 മണിക്ക് ഇങ്ങനെ ഇവർ വീട്ടിൽ പോണത്. അപ്പോൾ അത് നിങ്ങൾ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് പ്രാർത്ഥന ദൂരമുള്ളൊരു പ്രാർത്ഥന കുറച്ചാൽ മതി. എന്നിട്ട് വലിയ പത്രത്തിൻ്റെ ചീട്ട് മേടിച്ചിട്ട്, വലിയ പത്രം മേടിച്ച്, കൂടുതൽ പത്രം 10-4 പത്രം മേടിച്ചിട്ട് നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾ വിതരണം ചെയ്യുക. ആലപ്പുഴ ജില്ലക്കാർ കൂടുതൽ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കുക, പത്രം കുറച്ച് മേടിച്ചാൽ മതി. കാര്യം അവർക്ക് പ്രാർത്ഥന കൂടുതൽ പങ്കെടുക്കണം. അങ്ങനെ നിങ്ങൾ അറേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് നല്ലത്. പിന്നെ എമർജൻസിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂടുതൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. ഇപ്പോൾ എല്ലാം പത്രത്തിൻ്റെ ഇപ്പോൾ ഈ പ്രാവശ്യം ഉടമ്പടിയിൽ എഴുതിയിരിക്കുന്നത് 1ാം സ്ഥാനം പ്രേക്ഷിത പ്രവർത്തനത്തിനാണ്. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തന ചീട്ടെന്ന് നോക്കത്തുള്ളൂ, വേറെ ഒന്നും നോക്കത്തില്ല. ഉടമ്പടി കാർഡുണ്ടാ, പത്രത്തിൻ്റെ കാർഡുണ്ടാന്ന് ചോദിക്കും, അത്രേ ഉള്ളൂ. വേറെ ഒന്നും കേൾക്കത്തില്ല. അയ്യോ ഇന്ന് ആങ്ങളെ വന്നിട്ടുണ്ടായിരുന്നു, അപ്പം മരിച്ചുകൊണ്ടാണ് ഉടമ്പടിക്ക് വരാഞ്ഞെന്ന് പറയും, പ്രാർത്ഥനയ്ക്ക് വരാഞ്ഞ. ഞാൻ അപ്പം 3 ദിവസം മരിച്ചതെന്ന് ഞാൻ ചോദിക്കും ഉടനെ. കാര്യം 3 പ്രാർത്ഥന ഉണ്ടല്ലോ. അപ്പൻ ഒരു ദിവസമല്ലേ മരിക്കത്തുള്ളൂ, ബാക്കി 2 ആഴ്ച ഉണ്ടല്ലോ, വരാൻ പറയും. വേറെ ഒരു കോംപ്രമൈസ് ഇല്ല. അതൊക്കെ മടിച്ചുകളാണേ, ചുമ്മാ കാര്യം കാണാൻ വേണ്ടി നടക്കുന്ന ആൾക്കാർ മൈൻഡ് ചെയ്യത്തില്ല അച്ഛൻ. കാര്യം പ്രേക്ഷിത പ്രവർത്തനം നമുക്ക് പ്രേക്ഷിതരെ മാത്രമേ ഉന്നം വെക്കത്തുള്ളൂ. നീ പണം ഉണ്ടോ പണം ഇല്ലയെന്നല്ല, പ്രേക്ഷിതയാണോ പ്രേക്ഷിതനല്ല എന്നേ നോക്കത്തുള്ളൂ. പ്രേക്ഷിതരാണെന്ന് നോക്കും, പ്രേക്ഷിതയാണോ, കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ ആത്മാക്കളെ വീണ്ടെടുക്കാൻ തയ്യാറാണോ. അപ്പം അതുകൊണ്ട് കൃപാസന അമ്മ നിങ്ങൾ ഇറങ്ങി നടന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. അതിനുവേണ്ടി അമ്മയുടെ ജോലി നമ്മൾ ഏറ്റെടുക്കുകയാണ്, എക്സ്റ്റൻഷനാണ്. അമ്മയുടെ ജോലിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആ അമ്മയുടെ ജോലി നമ്മൾ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് അമ്മ ഇതിന് സൗഖ്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് വെക്കണവരെല്ലാവരും ഒക്കെ അനുഭവങ്ങളുള്ളത്. പ്രൈസ് ദി ലോർഡ്. നേർച്ച പുസ്തകം എടുത്ത് പിടിക്കുക. വിശ്വാസ പ്രമാണത്തിലൂടെ Lord Jesus Christ, pour out His Spirit. Lord Jesus Christ, pour out His Spirit. The fire of God, soak with the precious blood. Lord Jesus Christ, pour out His Spirit. The fire of God, soak with the precious blood. I cast many men in the condition, troubles and actions. I God the Father, let the divisions out of this region. Satan is the task to make nations. We dispel under the Father. May bless the peace and harmony. May the Catholic Church with the power of Jesus Christ, with the middle of the Holy Priesthood, I bless those who have Greece. എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃഷിന്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ 32 കൊല്ലം അർപ്പിച്ച കുർബാന ശക്തിയാൽ മാതാവിന്റെ മധ്യസ്ഥത്തില് ഞാൻ നേർച്ച വസ്തുക്കളെ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. സമാപന ആശീർവാദമാണ്. അവസാനത്തെ അറിയിപ്പുകൾ. ആദ്യ ചൊവ്വാഴ്ച മറ്റന്നാളാണ്. ആവശ്യമുള്ളവർക്ക് മറ്റന്നാൾ വരാവുന്നതാണ്. യൂത്ത് മിഷൻ, മക്കളുടെ പ്രാർത്ഥന, വിദ്യാർത്ഥികളുടെ പ്രാർത്ഥന 2ാമത്തെ ശനിയാഴ്ച മക്കളെ പങ്കെടുപ്പിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. മക്കളെയും കൊണ്ടുവന്ന് മാതാപിതാക്കന്മാർക്ക് ഉടമ്പടി ചെയ്യാവുന്നതാണ്. മക്കളെയും കൊണ്ടുവന്ന്, മക്കളെ മാത്രം കൊണ്ടുവന്ന് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. മക്കളുടെ കൂടെ മാതാപിതാക്കന്മാരുണ്ടെങ്കിൽ അവരുടെ പഠനങ്ങൾക്ക് വേണ്ടി, പഠിപ്പിന് വേണ്ടി മാതാപിതാക്കന്മാർക്ക് മക്കളെ നിർത്തിക്കൊണ്ട് ഉടമ്പടി ചെയ്യാവുന്നതാണ്. അപ്പോൾ മക്കൾ മാതാപിതാക്കന്മാരും പഠിക്കണമെന്നേ ഉള്ളൂ. ഹോസ്പിറ്റൽ മിഷൻ 14-ാം തീയതി. മരിയൻ കൃപാഭിഷേക ദിനം നേരത്തെ പറഞ്ഞതാണോ? മരിയൻ കൃപാഭിഷേക ദിനം ഈ മാസം നവംബർ മാസം 3-ാം ചൊവ്വാഴ്ചയാണ്, 2-ാം ചൊവ്വാഴ്ചയല്ല, 3-ാം ചൊവ്വാഴ്ചയാണ് മരിയൻ കൃപാഭിഷേകം. അതായത് 21, 22, 23, 24 തീയതികളിലെ 21-ാം തീയതി 3-ാം ചൊവ്വാഴ്ച കൗൺസിലിംഗ് ഉള്ളത്. അത് ഉടമ്പടി ധ്യാനമാണ്. 21-ാം തീയതി 3-ാം ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനമാണെന്ന് ഓർപ്പിക്കുന്നു. തൊഴിലാളി കൂട്ടായ്മ 19-ാം തീയതി 3-ാമത്തെ ഞായറാഴ്ച. എല്ലാ തൊഴിലാളികൾക്കും പ്രേക്ഷിതർക്കും വരാവുന്ന. പ്രേക്ഷിത സംഗമം 23-ാം തീയതി. പ്രേക്ഷിത കൂട്ടായ്മ സംഗമം 23-ാം തീയതി. ആദ്യ ചൊവ്വാഴ്ച 3-ാം ചൊവ്വാഴ്ച ആദ്യ ഞായറാഴ്ച മാത്രമേ ഉടമ്പടി ഇല്ലാതുള്ളൂ. ബാക്കി മാസത്തിൻ്റെ എല്ലാ ദിവസവും ഉടമ്പടി ഉണ്ടായിരിക്കുന്നതാണ്. ഉടമ്പടി പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 9:00 ആരംഭിക്കും, വൈകുന്നേരം 4:00 അവസാനിക്കും. നിത്യാരാധനയും മധ്യസ്ഥ പ്രാർത്ഥനയും എല്ലാ ദിവസവും 10 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ. ശുശ്രൂഷ നിയോഗാർത്ഥം ഏറ്റെടുത്ത് നടത്താൻ വേണ്ടി 5000 രൂപ മാത്രം അടച്ചാൽ മതി. നമ്മുടെ പ്രിയ സഹോദരങ്ങളെ ഇപ്പോഴും പറയുകയാണ്, ഈ അച്ഛൻ്റെ ഇപ്പോഴത്തെ ടോക്ക് മുഴുവനും ഫേസ്ബുക്കിൽ ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുക. മരിയൻ്റെ ഒരു വെബ്സൈറ്റിൽ തിരിതെളിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നുകൊണ്ടും മാതാവിൻ്റെ തിരുസേനയിൽ നേർച്ച വെക്കാവുന്നതാണ്, പ്രാർത്ഥിക്കാവുന്നതാണ്. അതിൻ്റെ മറുപടികളും സാക്ഷ്യങ്ങളും അനുഭവങ്ങളെല്ലാം പത്രത്തിലുണ്ട് താനും.
നമ്മുടെ മരിയൻ ടുഡേ വെബ്സൈറ്റിൻ്റെ പേര് അത് തന്നെയാണ്, പക്ഷേ ഈ കൊല്ലം മുതൽ അല്പം വ്യത്യാസം. മരിയൻ ഷ്രൈൻ എന്നാക്കിയിട്ടുണ്ട്. മരിയൻ ഷ്രൈൻ എന്നാക്കിയിട്ടുണ്ട്. കുഴപ്പമില്ല, നിങ്ങൾ പഴയ ലിങ്കിൽ തന്നെ കയറിയാൽ മതി. ഒരു മാസത്തോളം ആ ലിങ്കിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫേസ്ബുക്ക് ശ്രദ്ധിക്കുക. ഫേസ്ബുക്കോട് എല്ലാവരും ഒന്ന് കൈപ്പൊക്കിക്കുക. ഇവിടെ ഉള്ളവരൊന്ന് കൈപ്പൊക്കിക്കേ. ജസ്റ്റ് ഫേസ്ബുക്കുള്ളവർ കൈപ്പൊക്കിക്കേ. സന്തോഷം. നിങ്ങൾ ഇന്ന് തന്നെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, ഇന്ന് തന്നെ കൃപാസനം പേജ് ലൈക്ക് ചെയ്യണം. ഇപ്പോൾ കൃപാസനം പേജ് എങ്ങനെ ലൈക്ക് ചെയ്യേണ്ടതെന്നുള്ളത് പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലുണ്ട്. ഇന്ന് തന്നെ നിങ്ങൾ കൃപാസനം പേജ് ലൈക്ക് ചെയ്യണം. അതിൻ്റെ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ എങ്ങനെ ലൈക്ക് ചെയ്യേണ്ടതെന്നുണ്ട്. അങ്ങനെ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചേച്ചി പറഞ്ഞില്ലേ, വെബ്സൈറ്റിൽ എൻ്റെ നിർണായക നിമിഷങ്ങളിൽ ഞങ്ങൾ അച്ഛൻ കുർബാന ലൈവായിട്ട് കാണേണ്ട സമയത്ത് അച്ഛൻ മാതാവിൻ്റെ അടുത്ത് പോയി തൊട്ട് നിൽക്കുന്ന കാര്യം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ തന്നെ ഞാനും അത് സമർപ്പിച്ചെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ അടുക്കളയിരുന്ന് കൃപാസനം ധ്യാനത്തിൽ കൂടാം. മാസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് വരാൻ പറ്റും. ഇവിടെ വരാൻ പറ്റാത്ത ദിവസം, ഇപ്പോൾ ആദ്യ ചൊവ്വാഴ്ച വന്നവർക്ക് മൂന്നാം ചൊവ്വാഴ്ച വരാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ ആദ്യ ഞായറാഴ്ച വരാൻ പറ്റത്തില്ല. ആ ദിവസം വീട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നത് പ്രാർത്ഥിക്കാൻ പറ്റും. അതിനാണ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. നമുക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കുക. ഇപ്പോൾ സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ്. പത്രം മേടിക്കാതെ ഒരു മനുഷ്യൻ പോലും പുറത്തു പോകരുത്. പിന്നെ ഇപ്പോൾ ആരാധന വെക്കാൻ പോവുകയാണ് ഇവിടെ. അത്യാവശ്യം അതായത് ഗർഭിണികൾ, ക്യാൻസർ രോഗികൾ, കരൾ രോഗികൾ, ഗർഭത്തി കോംപ്ലിക്കേഷൻ ഉള്ളവർ, അതുപോലെ തന്നെ കിഡ്നി രോഗികൾ, അവർക്ക് വേണ്ടിയാണ് ഞാൻ കുർബാന വെക്കുന്നത്. എല്ലാവർക്കും ഈ പ്രാർത്ഥന മാത്രം മതി. തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്ന ക്യാൻസർ രോഗികളോടും തൈറോയ്ഡ് രോഗികളോടും ഈ കരൾ രോഗികളോടും കിഡ്നി രോഗികളോടുമാണ്. പിന്നെ ഗർഭിണികളോടും. അവർ മാത്രമേ കുർബാനയെ തൊട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുള്ളൂ. വേറെ ആരും അതിനു വേണ്ടി ചീട്ടെടുക്കേണ്ട കാര്യമില്ല. അമ്മ സന്നിധാനത്തിലും കുരിശിൻ്റെ സന്നിധാനത്തിൽ നിങ്ങൾക്ക് വന്ന് ലൈൻ ചെയ്ത് നിന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ 3 ആവശ്യങ്ങളെ കുരിശുരൂപത്തെ തൊട്ട്, അമ്മയെ തൊട്ട്, ഒരു സ്വർഗസ്ഥനായ ചൊല്ലി, വരുന്ന വഴിക്ക് വിശ്വാസപ്രമാണം ചൊല്ലി, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരു സ്വർഗസ്ഥന നന്മയും ചൊല്ലിയിട്ട് മാതാവിന് സമർപ്പിച്ച് ഈശോയ്ക്ക് സമർപ്പിച്ച് നിങ്ങൾക്ക് സന്തോഷത്തോടെ അനുഗ്രഹം പ്രാപിച്ച് വീട്ടിൽ പോകാവുന്നതാണ്. ഗർഭിണികൾ വരുമ്പോൾ അവർക്ക് നമ്പറില്ല, അവർക്ക് സ്ഥലം വിട്ടുകൊടുക്കണം. സമാപന ആശീർവാദമാണ്. ഉടമ്പടി പ്രാർത്ഥനയുടെ പുസ്തകം, ടെക്സ്റ്റ് ബുക്ക്, കൈപ്പുസ്തകം കൗണ്ടറിൽ നിന്ന് ലഭ്യമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ, പത്രം ഉയർത്തിപ്പിടിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പിതാവേ, അതികളെ പാടാരോഗ്യത്തെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാതെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മക്കളില്ലാതെ വിഷമിക്കുന്നവരെ, അവരില്ലാതെ വിഷമിക്കുന്നവരെ, ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജനതയുടെ യാത്രകളെ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ.